നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളായും തുടർന്ന് ഒരുമിച്ച് ഞാൻ തീർക്കത്തില്ല, രണ്ടായിട്ട് നേർക്കും. ഒന്ന്, ദ കോൺസിക്വൻസ് ഓഫ് ലൂസിങ് ദ പ്രസൻസ് ഓഫ് ഗാഡ്, ആൻഡ് സെക്കൻഡറി ദ ബ്ലെസ്സിങ്സ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഗാഡ്. ഈ രണ്ട് വിഷയങ്ങളാണ്. അതിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ദ കോൺസിക്വൻസ് ഓഫ് ലൂസിങ് ദ പ്രസൻസ് ഓഫ് ഗാഡ്. ഓക്കെ, ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടാലുണ്ടാകുന്ന അനന്തര ഫലങ്ങൾ അല്ലെങ്കിൽ കോൺസിക്വൻസ്. ദൈവസാന്നിധ്യം നഷ്ടപ്പെടുമോ? ദൈവസാന്നിധ്യം നഷ്ടപ്പെടുമോ? ഉറക്കെ പറ. യെസ്, ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടു പോകും. എന്താണ് ദൈവസാന്നിധ്യം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ? എന്താണ് ദൈവസാന്നിധ്യം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ? ചിന്തിക്കുന്നേ. ഇങ്ങനെ ചിന്തിച്ചാലേ പുതിയ ചിന്തകളും ദൈവം നമ്മോട് ഇതൊക്കെ ദൈവം നമ്മോട് സംസാരിക്കും. നിങ്ങളുടെ ഉള്ളിൽ ദൈവം തരുന്ന ചിന്തകളാണ് അതൊക്കെ. ചിന്തിക്കുക, ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോവുക എന്ന് പറഞ്ഞാൽ എന്താ? ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകലുക, ആ ദൈവത്തിൽ നിന്നുള്ളതായ ദൈവസന്നിധിയിലുള്ള സന്തോഷം നഷ്ടപ്പെട്ടു പോവുക. ഓക്കെ, ഇതൊക്കെ നമുക്ക് പറയാൻ കഴിയും. ഇതൊക്കെ നിലയിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയും. ദൈവസാന്നിധ്യം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ദ ലാക്ക് ഓഫ് ഗോഡ്സ് പ്രസൻസ് ഈസ് ലൈക്ക് എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ. അല്ലേ? ഒരു മീനിനെ, വെള്ളത്തിൽ കിടക്കുന്ന മീനിനെ പുറത്തിട്ടാലുള്ള സ്ഥിതി ഒന്ന് ഓർത്ത് നോക്കിയേ. സർവേ ചെയ്യാൻ പറ്റുമോ? ഒരു ദൈവത്തിനെ സംബന്ധിച്ചോളം ഇത് തന്നെയാണ് ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടാൽ. സ്തോത്രം. അപ്പോൾ ദൈവസാന്നിധ്യം നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. ദൈവസാന്നിധ്യം നഷ്ടപ്പെടാം. ഓക്കെ, തിരുവചനത്തിൽ സ്തോത്രം, ടു ബി ഔട്ട് ഓഫ് ദ പ്രസൻസ് ഓഫ് ഗോഡ് മീൻസ് ടു നോ ലോങ്ങർ ഹാവ് ഹിസ് ഫെലോഷിപ്പ് ആൻഡ് ബ്ലെസ്സിങ്സ് ഓവർ അവർ ലൈഫ്. ദൈവമായിട്ടുള്ള ആ കൂട്ടായ്മ ബന്ധത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകുകയോ ആ ദൈവികമായ ബന്ധത്തിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുന്നതോ ആണ് ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടു പോവുക എന്ന് പറഞ്ഞാൽ. ദൈവസാന്നിധ്യം നഷ്ടപ്പെടുന്നതിന് 3 തലങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഒന്ന്, ദാവീദ് ദൈവത്തോട് ഒരിക്കൽ പറഞ്ഞു, ദൈവമേ നിന്റെ സന്നിധിയിൽ, 51-ാം സങ്കീർത്തനം അതിന്റെ 11-ാം വാക്യം മതി, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. ഇവിടെ ദാവീദ് ദൈവത്വം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഒന്നാമത്തെ ദൈവസാന്നിധ്യം നഷ്ടപ്പെടുന്നത് ദൈവസന്നിധിയിൽ നിന്ന് തള്ളിക്കളയുക. അല്ലേ? ദൈവസന്നിധി കാസ്റ്റ് ഔട്ട് ഫ്രം ദ പ്രസൻസ് ഓഫ് ഗാഡ്. ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പം എൻ്റെ ചോദ്യം, ദൈവസന്നിധി ദൈവം തള്ളിക്കളയുമോ? ഹലോ, ദൈവസന്നിധിയിൽ നിന്ന് ദൈവം തള്ളിക്കളയുമോ? കളയുമോ? പറഞ്ഞോ. ദൈവം തള്ളിക്കളയുമോ എന്ന് ചോദിച്ചാൽ യെസ് എന്ന് തന്നെ പറയാൻ പറ്റത്തുള്ളൂ. കാരണം തള്ളിക്കളയത്തില്ലെങ്കിൽ ദാവീദ് അങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കണ്ടായിരുന്നു. ദൈവസന്നിധിയിൽ നിന്ന് കളയത്തില്ല എങ്കിൽ ദാവീദ് അങ്ങനെ, ഇവിടെ ദൈവസന്നിധിയിൽ നിന്ന് തള്ളിക്കളയരുതേ. അപ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് തള്ളിക്കളയാനുള്ള എന്തുണ്ട്? സാധ്യതയുണ്ട്. അല്ലേ? ഓക്കെ, ഇറ്റ് ഈസ് പോസിബിൾ ഫോർ ഗോഡ് ടു റിമൂവ് ഹിസ് ബ്ലെസ്സിങ്സ് ഓർ ബ്ലെസ്സഡ് പ്രസൻസ് ഫ്രം അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ നിന്നും ദൈവസാന്നിധ്യം നഷ്ടപ്പെടുത്തി പോകാനുള്ള സാധ്യതയുണ്ട്. യെരമ്യാ പ്രവചനത്തിലേക്ക് വന്നേ. യെരമ്യാ പ്രവചനം 52-ാം അധ്യായം 3-ാം വാക്യം. ഞാനത് ന്യൂ ടെസ്റ്റ്മെന്റുമായിട്ട് കണക്ട് ചെയ്യാം. ഞാൻ ഈ പറയുന്ന വിഷയങ്ങൾ, ഇത് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ദൈവസന്നിധിയിൽ നിന്ന് തള്ളിക്കളയുന്ന വിഷയം. ഐ വിൽ കം, ഞാനത് പുതിയ നിയമത്തിലേക്ക് വരാം. ഓക്കെ, യെരമ്യാ പ്രവചനം 52-ന്റെ 3-ാം വാക്യം. യഹോവയുടെ കോപം ഹേതുവായി യെരൂശലേമിനും യഹൂദയ്ക്കും അങ്ങനെ ഭവിച്ചു. അവൻ ഒടുവിൽ അവരെ തന്റെ സന്നിധിയിൽ നിന്ന് തള്ളിക്കളഞ്ഞു. മതി, ഒടുവിൽ അവരെ തൻ്റെ സന്നിധിയിൽ നിന്നും തള്ളിക്കളഞ്ഞു. കണ്ടോ? ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർ ദൈവത്തോട് പാപം ചെയ്തു, ദൈവത്തോട് മത്സരിച്ചപ്പോൾ ദൈവം അവരെ തള്ളിക്കളഞ്ഞു. ഓക്കെ, ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തെ ഇവിടെ ദൈവം തള്ളിക്കളയുവാനുള്ള കാരണം? ദൈവം കൊടുത്ത പ്രമാണങ്ങളുണ്ട്, ദൈവം കൊടുത്ത കൽപ്പനകളുണ്ട്. സ്തോത്രം. ദൈവം കൊടുത്ത അവസരങ്ങളുണ്ട്. ഇതിനെ ഇഗ്നോർ ചെയ്തതുകൊണ്ട്, ഇതിനെ അവർ ഇഗ്നോർ ചെയ്ത് അനുസരിക്കാതെ വന്നപ്പോൾ പല വാർണിംഗ് ദൈവം കൊടുത്തു. നമ്മൾക്കറിയാം, എപ്പോഴെല്ലാം ജനം ദൈവത്തിൽ നിന്ന് അകലുമോ, എപ്പോഴെല്ലാം ദൈവത്തോട് ജനം പാപം ചെയ്യുമോ, എപ്പോഴെല്ലാം അവനോട് അനുസരണക്കേട് കാണിക്കുമോ, ആ സമയങ്ങളിൽ ദൈവം തൻ്റെ പ്രവാചകന്മാരെ അയച്ച് അവർക്ക് വാണിംഗ് കൊടുത്തിട്ടുണ്ട്, അവർക്ക് ഉപദേശം കൊടുത്തിട്ടുണ്ട്.
അവർ മടങ്ങി വരണമെന്ന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഇഗ്നോർ ചെയ്ത് ഇതിനൊക്കെ അവഗണിച്ച് ജനം മുന്നോട്ട് പോയപ്പോൾ അടുത്ത സ്റ്റെപ്പ് ദൈവം പറയാ, ഞാൻ അവരെ എൻ്റെ സന്നിധിയിൽ നിന്ന് തള്ളിക്കളയുക. സ്തോത്രം. അപ്പോ ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടി വരുമ്പോൾ, കൂട്ടായ്മകളിൽ വരുമ്പോൾ, ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പലതും സംസാരിച്ചു തിരിക്കും. വചനത്തിൽ കൂടെ പറയും. വചനത്തിൽ കൂടെ നമ്മൾ പോകുന്ന തെറ്റായ വഴികളെ നമ്മെ ബോധ്യപ്പെടുത്തും. നമ്മുടെ പാപവശങ്ങളെ നമ്മെ ബോധ്യപ്പെടുത്തും. ഇതിനെയൊക്കെ ഇഗ്നോർ ചെയ്ത് ഇറ്റ് ഈസ് ഓക്കെ എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, കാലക്രമത്തിൽ ദൈവം നിന്നെ പോലും തള്ളിക്കളയുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. ആമേൻ. തിരുവചനം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവം പലപ്പോഴും തള്ളിക്കളഞ്ഞ പഴയ അനുഭവങ്ങളും തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അനുസരണക്കേട് നിമിത്തം ദൈവം അവരെ തള്ളിക്കളഞ്ഞു. ആമേൻ. രണ്ടാമതായി നമ്മൾ ചിന്തിച്ചു നോക്കിക്കേ, ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വന്നാൽ അതിന്റെ 3-ാം അധ്യായം അതിന്റെ 23-ാം വാക്യത്തിൽ താൻ സ്വന്തം കൈകൊണ്ട് സൃഷ്ടിച്ച തൻ്റെ മകൻ ആദാം, ഹവ്വ, അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താ? ദൈവം അവരെ എന്ത് ചെയ്തു? തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. അവരെ ദൈവം തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ദൈവം അതിനകത്ത് വാഴാനല്ലേ അവരെ സൃഷ്ടിച്ചേ? ശ്രദ്ധിച്ചേ, അവരതിനകത്ത് ജീവിക്കാനല്ലേ ദൈവം തോട്ടം, ആർക്ക് വേണ്ടിയ തോട്ടം ഉണ്ടാക്കിയേ? മനുഷ്യന് വേണ്ടിയാ, ആദാമിന് വേണ്ടിയാ. അവർക്ക് വേണ്ടി തോട്ടമുണ്ടാക്കി അവരെ അധിവാസം ചെയ്യിപ്പിച്ച് അതിനെ വാഴുവാനുള്ള സകല അധികാരവും ദൈവം അവർക്ക് കൊടുത്തു. പക്ഷേ ദൈവം പറഞ്ഞ പ്രമാണത്തെ അവർ തെറ്റിച്ചപ്പോൾ, ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചപ്പോൾ അല്ലേ, ദൈവം എന്ത് ചെയ്തു? അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി എന്നവിടെ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ചിന്തയിൽ ദൈവം അവരെ എന്തുകൊണ്ടാണ് തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയത്? എന്താ? കോമൺലി നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവം എന്തിനാ പുറത്താക്കിയവരെ? പാപം ചെയ്തു, അല്ലെങ്കിൽ അനുസരണക്കേട് കാണിച്ചു. ഞാൻ അതിനോട് കൂട്ടിച്ചേർത്ത് ഒരു കാര്യം കൂടെ പറയാം. അവർ അനുസരണക്കേട് കാണിച്ചു, ശരി തന്നെയാണ്. പക്ഷെ ദൈവം അവരെ വീണ്ടും മടക്കി വരുത്താമായിരുന്നു. പക്ഷേ അവർ ചെയ്തൊരു കാര്യമുണ്ട്. അവർ ചെയ്ത ഈ അനുസരണക്കേട് ദൈവസന്നിധിയിൽ അംഗീകരിക്കേണ്ടതിന് പകരം അവർ എന്ത് ചെയ്യുക? അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ന്യായീകരിക്കുക, അല്ലേ? തെറ്റ് ഏറ്റുപറയേണ്ടതിന് പകരം സ്വയമായി നീതീകരിക്കാൻ ശ്രമിക്കുക. അതല്ലേ ആദാം ഹവ്വയും ചെയ്തേ? ആദാമിന്റെ അരികെ ചെന്നപ്പം ആദാം പറഞ്ഞു, നീ എനിക്ക് തന്ന ഭാര്യ ഹവ്വ, അവളാണ് എന്നെ പ്രേരിപ്പിച്ചത്. ഹവ്വയുടെ അരികെ ചെന്നപ്പോ ഹവ്വ എന്താ പറഞ്ഞു? പാമ്പാണ്. ചുരുക്കി പറഞ്ഞാൽ ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം ചെയ്തിട്ടും അത് പറ്റിപ്പോയി എന്ന് ദൈവത്തോടൊന്ന് അനുദപിക്കേണ്ടതിന് പകരം, ഏറ്റുപറയേണ്ടതിന് പകരം പരസ്പരം ന്യായീകരിക്കുകയാണ്. സ്വയം നീതീകരണമാണ് അവരുടെ ജീവിതത്തിൽ വലിയൊരു പരാജയമായി മാറിയത്. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ ഓർത്തോണം, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ തെറ്റുകൾ, കുറവുകളൊക്കെ വരാം. പക്ഷെ ഒറ്റ കാര്യം ചെയ്താൽ മതി. പത്രോസിനെ പോലെ അയ്യോ കർത്താവേ തെറ്റിപ്പോയി എന്ന് പറയാനൊരു മനസ്സുണ്ടെങ്കിൽ, ഇത് യൂദയെ പോലെ പോകുന്ന ഒരു സ്ഥിതിയായി ഇന്ന് അനേകരുടെ ജീവിതത്തിലുള്ളത്. അല്ലെ, പാപത്തിൽ വീണിട്ടും തെറ്റിൽ വീണിട്ടും ആ തെറ്റിനെ സ്വയമായി ന്യായീകരിച്ചിട്ട് മുന്നോട്ട് പോയാൽ അല്ലെ കാലക്രമത്തിൽ ദൈവസ്ഥാനത്തിൽ നിന്ന് അല്ലെങ്കിൽ ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടു പോകും, അല്ലെങ്കിൽ ദൈവസ്ഥാനത്തിൽ നിന്ന് തള്ളിക്കളയാനുള്ള സാധ്യതയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ തെറ്റാണെന്നറിയാം, പക്ഷേ അത് ദൈവസന്നിധിയിൽ അംഗീകരിക്കാതെ നീതീകരിക്കാൻ ശ്രമിക്കുക. അത് അവരെ ദൈവസന്നിധിയിൽ നിന്ന് തള്ളിക്കളയാനിടയായി. തീർന്നില്ല, അവിടെ കൊണ്ട് തിരിയല്ല. വീണ്ടും കായീനെ കുറിച്ച് ചിന്തിച്ച് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 14-ാം വാക്യം. ഇതാ നീ എന്നെ ആട്ടിക്കളയുന്നു, തിരുസന്നിധി വിട്ട് ഒളിച്ച് ഭൂമിയിൽ തിരുസന്നിധി വിട്ട് ഓടിച്ച് ഭൂമിയിൽ ഉഴലുന്നവനാകും. അപ്പൊ ഇവിടെ കായീന് പറയാണ്, ഇതാ നീ എന്നെ എന്ത് ചെയ്യാ, ഇതാ നീ എന്നെ ആട്ടിക്കളയുന്നു, ഞാൻ തിരുസന്നിധി വിട്ട് ഒളിച്ച് ഭൂമിയിൽ ഉഴലുന്നവനാകും. ഇവിടെ ദൈവം എന്താ ചെയ്തേ? അവനെ ആട്ടിക്കളയുക. അവിടെ ദൈവസന്നിധി നിന്ന് ആട്ടിക്കളയുക. കായീൻ പറയുന്നു, എന്നെ ആട്ടിക്കളയുന്നു. ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. ആട്ടിക്കളഞ്ഞാൽ, ദൈവസന്നിധി വിട്ടുപോയാൽ അടുത്ത ഭാഗം പറയുന്നു, ഞാൻ എന്തായിത്തീരും? ഭൂമിയിൽ ഉഴന്നലയുന്നവനാകും. അല്ലേ എന്നാ പറഞ്ഞിരിക്കുന്നത്? എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ നിന്ന് തള്ളിക്കളഞ്ഞാൽ പിന്നെ ഗതി പിടിക്കാൻ സാധ്യത വളരെ കുറവാണെന്ന് അതിന്റെ അർത്ഥം. സ്തോത്രം.
ഹല്ലേലൂയ. അപ്പൊ ദൈവസന്നിധിയിൽ നിന്ന് തള്ളിക്കളഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? അവൻ ഉഴലുന്നവനാകും, അവൻ അലയുന്നവനാകും. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവസന്നിധിയിൽ നിന്ന്. അതുകൊണ്ടാ ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ച, ദൈവമേ നിന്റെ സന്നിധിയിൽ നിന്ന് നീ എന്നെ തള്ളിക്കളയരുതേ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും എവിടെയെങ്കിലും പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ, തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ, സ്വയമായി ന്യായീകരിക്കാൻ ശ്രമിക്കാതെ തെറ്റിനെ ഏറ്റുപറയാൻ തയ്യാറായാൽ നിന്നെ ചേർത്ത് പിടിക്കുന്ന സ്നേഹവാനായ ഒരു കർത്താവിനെ ഞാൻ നീയും ആരാധിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ദൈവസ്ഥാനത്ത് നഷ്ടപ്പെടുന്ന ഒന്നാമത്തെ കാര്യം ദൈവസ്ഥാനത്ത് നിന്ന് തള്ളിക്കളയുക. ഓക്കെ. രണ്ടാമത്, ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോവുക. റണ്ണിങ് അവേ ഫ്രം ദ പ്രസൻസ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കണം, ദൈവസന്നിധി ഒന്നാമത്തെ കാര്യം കാസ്റ്റ് ഔട്ട് ഫ്രം ദ പ്രസൻസ് ഓഫ് ഗോഡ്. രണ്ട്, റണ്ണിങ് അവേ ഫ്രം ദ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോവുക. അല്ലേ? അങ്ങനെ ഓടിപ്പോയ പലരെയും കാണാം. ഒരു വ്യക്തിയെ ഓർമ്മ വരുന്നുണ്ടോ? യോന. അല്ലേ? യോനയുടെ പുസ്തകത്തിലേക്ക് വന്നേ, 1-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. യഹോവയുടെ സന്നിധിയിൽ നിന്നും തർശീശിലേക്ക് ഓടിപ്പോകേണ്ടതിന്. മതി. യഹോവയുടെ സന്നിധിയിൽ നിന്നും തർശീശിലേക്ക് ഓടിപ്പോയി. ഇവിടെ യോനയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, യോന യഹോവയുടെ സന്നിധിയിൽ നിന്നും തർശീശിലേക്ക് ഓടിപ്പോയി. ഈ യഹോവയുടെ സന്നിധിയിൽ നിന്നും എന്ന് 2 പ്രാവശ്യം ആ ഭാഗത്ത് കാണാൻ കഴിയുന്നുണ്ട്. ഇതൊക്കെ വാക്യം 2 ഭാഗത്ത് പറയുന്നുണ്ട്. എന്നാൽ യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീശിലേക്ക് ഓടിപ്പോയി. 2 പ്രാവശ്യം ഈ വാക്യത്തിന് പറയുന്നുണ്ട്. അല്ലേ? അവൻ യഹോവയുടെ സന്നിധിയിൽ ഓടിപ്പോകുന്നു എന്ന് അവർ അറിഞ്ഞു. ഓക്കെ. അപ്പോ ഇവിടെ ദൈവസന്നിധി വിട്ട് എന്താ യോന ഓടിപ്പോയി, അല്ലെങ്കിൽ ആ ദൈവസന്നിധി വിട്ട് യോന ഓടിപ്പോയി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? സ്ഥലത്തിനാണോ അവിടെ പ്രസക്തി? ഹലോ, യോന ഓടിപ്പോയെന്ന്, അല്ലെങ്കിൽ താൻ തർശീശിലേക്ക് ഓടിപ്പോയി, ആ സ്ഥലത്തിനാണോ പ്രസക്തി? ഇവിടെ പറയുന്ന ശ്രദ്ധിക്കണം, യോന ആയിരുന്ന സ്ഥലത്ത് നിന്ന് യോനയോട് ദൈവം പറഞ്ഞു നിനവേ പോകാൻ. അല്ലേ? അപ്പോൾ യോന അവിടെ പറഞ്ഞിരിക്കുന്നു താൻ എവിടേക്ക് ഓടിപ്പോവുക? തർശീശിലേക്ക്. അപ്പം ഈ നിനവയും തർശീശും ഇവിടെ ഈ സ്ഥലത്തിനാണോ സാന്നിധ്യത്തിന്റെ പ്രസക്തി? അല്ല. പിന്നെ എന്താ യോന ദൈവസന്നിധി വിട്ട് ഓടിപ്പോയെന്ന് പറഞ്ഞതിന്റെ അർത്ഥം? എന്ത് സാന്നിധ്യം? എങ്ങനെയാ സാന്നിധ്യം പോയേ? യെസ്, അവിടെയാ പോയിന്റ്. ദൈവം കൊടുത്തൊരു പ്രമാണം, ദൈവം പറഞ്ഞൊരു വാഗ്ദത്തം, ദൈവം പറഞ്ഞൊരു ഒരു കാര്യം, അതിനെ നിഗ്ലക്ട് ചെയ്ത് അതിനെ അനുസരണക്കേട് കാണിച്ചു. അല്ലാതെ തർശീശിലേക്ക് പോയതല്ല ദൈവസാന്നിധ്യം പോയത്. ദൈവം അവനോട് പറഞ്ഞ നിനവേ പോകാൻ പറഞ്ഞ ആ കൽപ്പനയെ, ആ നിയോഗത്തെ നിസ്സാരമായി കണ്ടതാ, അതിനെ അനുസരണക്കേട് കാണിച്ചതാ യോനയുടെ ജീവിതത്തിൽ ആ ദൈവസ്ഥാനത്ത് നിന്ന് ഓടിപ്പോകുന്ന ഒരു തലത്തിലേക്ക് വരുവാനിടയായി തീർന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു, ദൈവം വച്ചിരിക്കുന്ന വ്യവസ്ഥ, ഇവിടെ യോനയെ സംബന്ധിച്ച് ദൈവം കൊടുത്ത നിയോഗം, ദൈവം കൊടുത്ത പ്രമാണം, അതിനെ വ്യതിചലിക്കുന്നത് ആ ദൈവസന്നിധി വിട്ടുപോകുക എന്ന് പറഞ്ഞാൽ. ഹല്ലേലൂയ. അപ്പോൾ ദൈവം വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയുണ്ട്, ദൈവം വെച്ചിരിക്കുന്ന ഒരു നിയമമുണ്ട്. ഈ വ്യവസ്ഥയെയും നിയമത്തെയും വിട്ടുള്ള യാത്ര എന്താണ്? ദൈവസന്നിധി വിട്ടുപോകുന്ന യാത്രയാ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോ ദൈവം വച്ചിരിക്കുന്ന ഒരു പരിധിയുണ്ട്. പുതിയ നിയമത്തിൽ ഇന്ന് നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നാൽ ഇത് വളരെ ആപ്ലിക്കബിളാ. ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ഒരു പരിധിയുണ്ട്. ആ പരിധിക്കകത്ത് നമ്മൾ നിൽക്കണം, ആ വ്യവസ്ഥയ്ക്കകത്ത് നമ്മൾ നിൽക്കണം, ആ നിയമത്തിനകത്ത് നാം നിൽക്കണം, ആ ഉപദേശത്തിനകത്ത് നാം നിൽക്കണം. ഇതിന് പുറത്തു പോയാൽ that is equal to you are running away from the presence of God. I make it clear. ഒന്നുകൂടെ പറയാം, എനിക്കും നിങ്ങൾക്കും ദൈവം തന്ന ഒരു പ്രമാണമുണ്ട്, ഒരു വ്യവസ്ഥയുണ്ട്. എല്ലാത്തിനും ഉണ്ട് വ്യവസ്ഥ. പക്ഷേ ഇതിനൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സ്വയമായി ന്യായീകരിച്ച് നമ്മുടെ വ്യവസ്ഥയെ ഉണ്ടാക്കുന്നതാ പ്രശ്നം. നമ്മുടെ സംസാരത്തിനൊരു വ്യവസ്ഥയുണ്ട്, വസ്ത്രധാരണത്തിനൊരു വ്യവസ്ഥയുണ്ട്, ജീവിതത്തിനൊരു വ്യവസ്ഥയുണ്ട്. ഇത് നിങ്ങളെ ന്യായീകരിക്കാൻ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊട്ടിക്ക് വളയ്ക്കാനുള്ളതല്ല. ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ എന്താണെന്ന് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയിട്ട് അതിൽ നിന്ന് വ്യതിചലിച്ചിട്ടുണ്ടോ എന്ന് സ്വയമായി പരിശോധിക്കണം. പ്രൈസ് ദി ലോർഡ്. യോനയുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ദൈവം കൊടുത്ത പ്രമാണം, ദൈവം കൊടുത്ത നിയമം, നിർദ്ദേശം, ദൈവം കൊടുത്ത വ്യവസ്ഥ, അത് വിട്ടുള്ള യാത്ര ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയായിരുന്നു, ഓടിപ്പോക്കായിരുന്നു. സ്തോത്രം. അപ്പോ
ഒരു റേഞ്ച്, ഒരു പരിധി ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. എനിക്കും നിങ്ങൾക്കും എല്ലാം ആ ഒരു നിയമമുണ്ട്, ഒരു വ്യവസ്ഥയുണ്ട്, ഇല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ആമേൻ. ഈ വ്യവസ്ഥയ്ക്ക് അകത്ത് വരാൻ താല്പര്യം ഇല്ലെങ്കിൽ ഇതിനകത്ത് വരേണ്ട കാര്യമൊന്നുമില്ല. സ്തോത്രം. ഇതിനകത്തൊരു വ്യവസ്ഥയുണ്ട്. നമ്മുടെ ഉപദേശം എന്തൊരു ഉപദേശം എന്നറിയാമോ? നമ്മുടെ ഉപദേശത്തിന് പറയുന്നൊരു പേരുണ്ട്. ഹലോ, ദൈവം നമുക്ക് നിൽക്കുന്ന ഉപദേശത്തിൻ്റെ പേരുണ്ട്. എന്താ ഉപദേശത്തിൻ്റെ പേരെന്നറിയോ? ആ പറഞ്ഞോ. അതല്ല, വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഉപദേശം എന്ന് പറയുന്ന ഒരു പേരുണ്ട്, പത്യോപദേശം. എന്ത് പത്യോപദേശം എന്ന് പറഞ്ഞ? പറഞ്ഞോ. പത്യോപദേശം. നമ്മൾ പണ്ടത്തെ കാലത്ത് മഞ്ഞപ്പിത്തമൊക്കെ വരുമ്പം വൈദ്യൻ്റെ അരികെ പോയി കഷായം, പച്ചമരുന്ന് എന്ന് പറയുന്നത് ലേഖ്യം മേടിക്കും. ലേഖ്യം മേടിച്ചിട്ട് അദ്ദേഹം മുന്നേ കയ്യത്തോട് തന്നിട്ട് പറയും, ചുമ്മാ കഴിക്കാൻ പറ്റത്തില്ല, ഇതിന് പഥ്യം നോക്കിയേ കഴിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പിടികിട്ടിയോ? വലിച്ചു വാരി എല്ലാം ഒന്നും തിന്നാൻ പറ്റത്തില്ല. വ്യവസ്ഥ അനുസരിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കിയേ കഴിക്കാൻ പറ്റത്തുള്ളൂ. എന്നിട്ടേ അങ്ങനെയായി ലേഖ്യം കഴിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ വചനം കർത്താവ് നമുക്ക് തന്നിരിക്കുമ്പോൾ ഇതിനൊരു പഥ്യമുണ്ട്. ഹലോ, ഇതിനകത്ത് പഥ്യമുണ്ട്. തോന്നുന്നത് പോലെ ജീവിക്കുന്ന വേണ്ടി ഉള്ള ഉപദേശം അല്ല ഇത്. പ്രമാണം വിട്ടുള്ള ജീവിതത്തിന് വേണ്ടി ഉള്ളതല്ല ഇത്. നമ്മൾ ചിന്തിക്കുന്നത് ഇന്ന് വന്ന് എല്ലാം കൂട്ടിക്കലർത്തി എല്ലാം കോംപ്രമൈസ് ചെയ്ത് ഒരുമിച്ചങ്ങ് പോയാൽ കുഴപ്പമില്ല. അല്ല, ഇത് പഥ്യോപദേശമാണ്. ആമേൻ. സ്തോത്രം. ഇത് പഥ്യോപദേശമാണ്. അതുകൊണ്ട് ഈ പഥ്യം പാലിക്കാതെ ഈ പ്രമാണത്തിൽ നിൽക്കാൻ പറ്റത്തില്ല. ഈ വിശ്വാസത്തിൽ പഥ്യം ഉണ്ടെന്നേ, ഈ ഉപദേശത്തിൽ പഥ്യം ഉണ്ടെന്നേ, ഈ കൂട്ടായ്മയിൽ പഥ്യം ഉണ്ടെന്നേ. സ്തോത്രം. ഇത് പഥ്യോപദേശമാണ്. യോന ആ വ്യവസ്ഥ, ആ റേഞ്ച് വിട്ട് പുറത്തു പോയതാ അവൻ്റെ ജീവിതത്തിൽ. സ്തോത്രം. അപ്പോൾ ഞാൻ വ്യക്തമായി ദൈവമൊക്കെ ഓർക്കണം, നമുക്ക് എല്ലാത്തിനും ഒരു പഥ്യമുണ്ട്. നമ്മുടെ സംസാരത്തിനും നമ്മുടെ വസ്ത്രധാരണത്തിനും നമ്മുടെ ഇടപാടുകൾക്കും നമ്മുടെ ബിസിനസ്സിനും നമ്മുടെ ജോലിക്കും എന്തുണ്ട്? പഥ്യമുണ്ട്. സ്തോത്രം. ചെയ്യാൻ പറ്റുന്നതും സംസാരിക്കാൻ പറ്റുന്നതും പ്രവർത്തിക്കാൻ പറ്റുന്നതും, സ്തോത്രം, അത് ചെയ്യാവൂ. അതിന് പുറത്തു പോയാൽ ദാറ്റ്സ് ഈക്വൽ ടു യു ആർ റണ്ണിങ് അവേ ഫ്രം ദ പ്രസൻസ് ഓഫ് ഗോഡ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. തിരിച്ചറിയണം. കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാകരുത്, ന്യായീകരിക്കാൻ തയ്യാറാകരുത്. അണ്ടർസ്റ്റാൻഡ് ദ റിയാലിറ്റി. യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞ് ആ ഉപദേശത്തിനകത്തേക്ക് വരണം. കർത്താവ് നൽകിയ ഉപദേശം, പ്രമാണം, വചനം. സ്തോത്രം. അതിൽ നിന്ന് പുറത്തു പോകുന്നതാണ് എന്ത്? റണ്ണിങ് അവേ ഫ്രം ദ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവസ്ഥാനത്തും വിട്ടുള്ള യാത്ര. ഇവിടെ യോന ദൈവസ്ഥാനത്ത് നിന്ന് ഓടിപ്പോയി, അല്ലേ? ഓടിപ്പോയപ്പോൾ തുടർന്ന് താൻ അനുഭവിച്ച തിക്താനുഭവങ്ങളെ കുറിച്ചൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഓടിപ്പോയപ്പോൾ താഴോട്ടുള്ള വാക്യങ്ങൾ കാണാൻ കഴിയുന്നത്, യോനയ്ക്കറിയാം, യോന ഓടിപ്പോയി കപ്പലിൻ്റെ അടിക്ക് കിടക്കുമ്പോഴും തനിക്കറിയാം താൻ എവിടെ നിന്ന് ഓടി വരുമെന്ന. യോനയ്ക്ക് സ്വയമായിട്ട് അറിയാം താൻ ദൈവസന്നിധി വിട്ടാ പോകുന്നതെന്ന്. താൻ പടകിൽ അടിക്കുക നടന്നപ്പോൾ പടക് അല്ലെങ്കിൽ കപ്പൽ തകർന്ന് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരോട് യോന പറയുന്നൊരു കാര്യമുണ്ട്, ഇതിൻ്റെ കുറ്റക്കാരൻ ആരാ? ഞാൻ തന്നെയാ. അവിടെയാ ന്യായീകരണം, ഇവിടെയാ കൺഫ്യൂഷൻ എന്ന് പറയുന്നത്. അവരൊരു കാര്യം മനസ്സിലായി, ഞാനാണ് ഇതിന് ഉത്തരവാദി, കുറ്റം ഏറ്റെടുക്കാൻ തയ്യാറായി. സ്തോത്രം. എന്നിട്ട് അവിടെ കാണുന്നു അതിൻ്റെ എന്തെല്ലാം കോൺസിക്വൻസ് അതിനകത്തുള്ള ബന്ധത്തിൽ. ഒരുത്തൻ മുഖാന്തരം, ദൈവസന്നിധി വിട്ടുപോയ ഒരുവൻ മുഖാന്തരം ഉണ്ടായ ആ കോൺസിക്വൻസ്. അതിന്റെ 12-ാം വാക്യം വായിച്ചേ. അവൻ അവരോട്, എന്നെ എടുത്ത് സമുദ്രത്തിൽ ഇട്ടുകളവീൻ, അപ്പോൾ സമുദ്രം അടങ്ങും. എന്റെ നിമിത്തം ഈ വലിയ കോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. ഉണ്ടോ? യോന തന്നെ തിരിച്ചറിയുക. സ്തോത്രം. ഇവിടെ എന്റെ ചിന്തയിൽ ഞാൻ പറയാം, ഓടിപ്പോയ യോനയെ ഒരു ശിക്ഷണത്തിലേക്ക് ദൈവം കടത്തിവിടുക. ഒരു ശിക്ഷണത്തിലേക്ക്. എന്തിനാണെന്നറിയാമോ? ഓടിപ്പോയ ദൈവസന്നിധിയിൽ നിന്നും മടങ്ങി വരാൻ. ഹല്ലേലൂയ. അപ്പോ ഇവിടെ ഒരു തീരുമാനത്തിലേക്ക് യോന വരിക. എന്താ യോന പറഞ്ഞ തീരുമാനം? സ്തോത്രം. 2-9 വാക്യം വായിച്ചേ. അതിന് അവൻ അവരോട്, ഞാനൊരു എബ്രായൻ
കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു എന്ന് പറഞ്ഞു. ആ പുരുഷന്മാർ അത്യന്തം ഭയപ്പെട്ടവനോട് നീ എന്തിനങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു. അവൻ അവരോട് അറിയിച്ചിരുന്നത് കൊണ്ട് അവൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോകുന്നു എന്ന് അവർ അറിഞ്ഞു. ഓക്കെ, അതിനുശേഷം അതിന് താഴോട്ട് വായിക്കുമ്പോൾ അതിനുള്ള കോൺസിക്വൻസ് എല്ലാം അനുഭവിച്ചു. അത് നിമിത്തം എന്തുമാത്രം ശിക്ഷണങ്ങൾ അവൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചു. എന്തിനു വേണ്ടിയാ? ജസ്റ്റ് ഫോർ റെസ്റ്റോറേഷൻ, ഒരു മടങ്ങി വരവിന് വേണ്ടി. അപ്പോൾ ഇതെല്ലാം യോന അനുഭവിച്ചിട്ട്, സ്തോത്രം, നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, യോന ദൈവം അവനെ ആ ഒരു ശിക്ഷണത്തിൽ കൂടെ കടത്തിവിടുക, ആ ഒരു കഷ്ടതയിൽ കൂടെ യോനയെ കടത്തിവിടുക. അവൻ വയറ്റിൽ, മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നുകൊണ്ട് എന്ത് ചെയ്തു? ദൈവത്തോട് ബാക്കിയതാ നിലവിളിച്ചു. യോന മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് തന്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ചു പറഞ്ഞത് എന്തെന്നാൽ, ഞാൻ എന്റെ കഷ്ടത നിമിത്തം യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. മതി, ശ്രദ്ധിച്ചേ, യോന മത്സ്യത്തിന്റെ വയറ്റിൽ ചെന്നിട്ട് ദൈവത്തോട് നിലവിളിച്ചു. അവിടെ ഒരു മടങ്ങി വരവിലേക്ക് വരിക. അവൻ മനസ്സിലായി ഞാൻ ദൈവസന്നിധിയിൽ ഓടിപ്പോവുകയാണെന്ന്. ഇത് തിരിച്ചറിഞ്ഞ യോന അവിടെ കിടന്നുകൊണ്ട് നിലവിളിക്കാൻ തുടങ്ങി. സ്തോത്രം. സ്ഥിതി ചോദിക്കേ, ഇപ്പം വിഴുങ്ങിയ മത്സ്യത്തിനാകെ ഗതികേടായി അല്ലേ? ഇതിൻ്റെ ഈ മത്സ്യത്തിൻ്റെ വയറ്റിൽ ഒരു 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 മനുഷ്യനോ മറ്റൊരു മത്സ്യമോ എന്നാൽ എത്ര മണിക്കൂർ വേണം ഇതിന്ന് ഡൈജസ്റ്റ് ആവാൻ? ഹലോ, എനിക്കറിയില്ല, ഞാൻ അത്രയും സയൻസ് അറിയില്ല. എത്ര മണിക്കൂർ വേണം? എത്ര മണിക്കൂറിനകം ഇത് ദഹിക്കാൻ തുടങ്ങും? ജീവൻ പോവും. എത്ര നേരം എടുക്കും? ഡോക്ടേഴ്സ്, നേഴ്സസ് പറഞ്ഞേ. ചെന്ന ഉടനെ തുടങ്ങുമോ? ജീവൻ ഏതായാലും പോവും. ഓക്കെ, ജീവൻ ഏതായാലും പോവും. ചുരുക്കി പറഞ്ഞാൽ അതിൻ്റെ ദഹന പ്രക്രിയകളൊക്കെ അധികം താമസിക്കാതെ തുടങ്ങും അല്ലേ? അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇവിടെ നോക്കിക്കേ, ഇതിനകത്തോട്ട് കയറിയിട്ട് ഇപ്പം സ്വസ്ഥത പോയത് ആർക്കാ? മത്സ്യത്തിന്. ഇതിന് 2 ദിവസം ദഹനം നടന്നില്ലെങ്കിലോ സ്ഥിതി ഒന്ന് ഓർത്ത് നോക്കിക്കേ അല്ലേ? നമുക്കറിയാം, കഴിച്ചിട്ട് 2 ദിവസം ദഹിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ട്. ഇതിന് ദഹനവും ഇല്ല, സകല പരിപാടി നിന്നു. ഓൾ ഡൈജസ്റ്റീവ് സിസ്റ്റം സ്റ്റോപ്ഡ്. ഓക്കെ, എന്നിട്ട് മത്സ്യം പോവുക. പിന്നെ എങ്ങോട്ടാ പോന്നേ? അത് കാര്യം ദൈവം അവനോട് കൽപ്പിച്ചു. അവിടെ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ദൈവം മത്സ്യത്തോട് കൽപ്പിച്ചു. വായിച്ചേ. കണ്ടോ? അപ്പോൾ ഇതിനകത്ത് അപ്പോൾ ഇവിടെ അനുസരിക്കാതെ ഓടിയതാരാ? യോന. അനുസരിക്കുന്ന ആരാ? മത്സ്യം. ഇതുപോലെ പലപ്പോഴും നമ്മൾ, സ്തോത്രം, മറ്റു പലതൊക്കെ അനുസരിക്കുമ്പോഴും നമ്മളിപ്പോഴും ഓടിക്കൊണ്ടിരിക്കുക അനുസരിക്കാതെ. ഇവിടെ യോനയെ ദൈവം കൽപ്പിച്ചു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒത്തിരി കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ അവൻ്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടത്. ദൈവമക്കളെ, ഒരു കാര്യം ഓർത്തോണം, നമ്മുടെ ജീവിതത്തിലും ചില സന്ദർഭങ്ങളിൽ നാം അനുഭവിക്കേണ്ടി വരുന്ന തിക്താനുഭവങ്ങൾ ഒരു പക്ഷേ ദൈവത്തിൽ നിന്ന് അകന്നു മാറുന്നതിനാലും നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു നിലയിൽ നിന്ന് പുറകോട്ട് പോകുന്നതാലും ആകാം എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സ്തോത്രം. പക്ഷേ ശിക്ഷണം എന്ന് പറയുന്നത് ഗുണീകരണത്തിന് വേണ്ടിയാ. ശിക്ഷണം എന്ന് പറയുന്നത് റെസ്റ്റോറേഷന് വേണ്ടിയാ. ഹല്ലേലൂയ. നമ്മെ തള്ളിക്കളയാനല്ല, നമ്മെ തകർത്ത് കളയാനല്ല. ഇവിടെ യോനയുടെ ജീവിതത്തിൽ ഇതിൽ കൂടി കടന്നുപോയത് അവനെ ഒന്ന് മടക്കി വരുത്താൻ വേണ്ടിയാ, ദൈവസന്നിധിയിലേക്ക്. സ്തോത്രം. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന ഒന്ന് കുറയുവാണെങ്കിൽ, നമ്മുടെ ആരാധന ഒന്ന് കുറയുവാണെങ്കിൽ, നമ്മുടെ ഉപവാസം ഒന്ന് കുറയുകയാണെങ്കിൽ ഇതിലേക്ക് മടക്കി വരാൻ ഒരുപക്ഷെ ചില തിക്താനുഭവങ്ങളിൽ കൂടെ നാം കടന്നു പോകേണ്ടി വരും. പക്ഷെ ഓർത്തോണം, ഇത് നമ്മെ തകർക്കാനല്ല, നമ്മുടെ ഒന്ന് റെസ്റ്റോർ ചെയ്യാൻ. ആ പ്രാർത്ഥനയിലേക്ക്, നഷ്ടപ്പെട്ട പ്രാർത്ഥനയിലേക്ക്, നഷ്ടപ്പെട്ടു പോയ ആരാധനയിലേക്ക്, നഷ്ടപ്പെട്ടു പോയ ഉപവാസത്തിലേക്ക്, നഷ്ടപ്പെട്ടു പോയ ആ ദൈവവചന ധ്യാനത്തിലേക്ക് നിന്നെ ഒന്ന് മടക്കി വരുത്താൻ ഒരുപക്ഷെ ചെറിയ ശിക്ഷണത്തിൽ കൂടി കടന്നു പോകേണ്ടി വരും. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ചിലർ പറയുന്നുണ്ട്, പല ദൈവവാസൻ പറയുന്നുണ്ട്, ദൈവം ശിക്ഷിക്കത്തൊന്നുമില്ല. നമ്മുടെ സ്നേഹവാനായ ദൈവമാ, അതുകൊണ്ട് ദൈവം ശിക്ഷിക്കുന്നില്ല. എബ്രായ ലേഖനത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, അപ്പൻ ശിക്ഷിക്കാത്ത മക്കള് ഏതുള്ളൂ. ശിക്ഷണമുണ്ട്. ശിക്ഷണമില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ആകത്തില്ല. ശിക്ഷിക്കുന്നത് എന്തിനാ? ഗുണീകരണത്തിന്, നന്നാകാൻ, മടങ്ങി വരാൻ. നിന്നെ എന്നേക്കും നിത്യ നരകത്തിൽ തള്ളിയിടാൻ എൻ്റെ അപ്പൻ ഇഷ്ടമില്ലാത്തോണ്ടാ ഇപ്പൊ ചില ശിക്ഷണത്തിൽ കൂടെ കടന്നുപോയി നിന്നെ മടക്കി വരുത്തുന്നേ.
സ്തോത്രം. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ ഈ ശിശീകരണം വന്നില്ലെങ്കിൽ ഉണ്ടല്ലോ, നീ തിരിച്ചറിയത്തില്ല, നീ പോന്ന വഴിയേ പോയിക്കൊണ്ടിരിക്കും. അവസാനം നീ ചെന്നെത്തുന്നത് നിത്യ നരകത്തിലായിരിക്കും. എൻ്റെ അപ്പൻ അതിഷ്ടമല്ല. എൻ്റെ അപ്പൻ ആഗ്രഹിക്കുന്നത് നീ നഷ്ടപ്പെട്ടു പോകരുത്. അല്ല, ഞാൻ നിന്നെ വിലയ്ക്ക് കൊടുത്ത പൈതലാണ്, എൻ്റെ രക്തം കൊടുത്ത് നിന്നെ വില വാങ്ങിയതാണ്. അതുകൊണ്ട് നീ നഷ്ടപ്പെട്ടു പോകരുത്. നിന്നെ മടക്കി വരുത്താൻ ചില ശിക്ഷണത്തിൽ കൂടെ, ചില അവസ്ഥകളിൽ കൂടെ കടന്നു പോകുമ്പോൾ നിന്നെ മടക്കി വരുത്താനാ. ഹല്ലേലൂയ. ഇവിടെ യോനയെ മടക്കി വരുത്തിയ. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകാം. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഹല്ലേലൂയ, ദൈവസ്ഥനിൽ നിന്ന് ഓടിപ്പോകുക. നമ്മൾ ചിന്തിച്ചു, ആദാമിനെ കുറിച്ചൊക്കെ ചിന്തിച്ചു, കായിനെ കുറിച്ച് ചിന്തിച്ചു. കായിൻ ദൈവസന്നിധി വിട്ടു ഓടിയെന്ന് പറയുന്നുണ്ട്, തള്ളിക്കളഞ്ഞെന്ന് പറയുമെങ്കിലും അവിടെ നിന്ന് ദൈവസന്നിധി നിന്ന് വിട്ടു പുറപ്പെട്ടു പോയി എന്ന് പറയുന്നുണ്ട് കായിനെ കുറിച്ച്. സ്തോത്രം. അതിൽ കൂടി പോകുന്നില്ല. എന്നാൽ ഒരു കാര്യം ഓർത്തോ, നീ എത്ര ദൂരം പോയാലും തള്ളിക്കളയുന്ന ഒരു കർത്താവല്ല നമ്മുടെ ദൈവം. പുതിയ നിയമത്തിൽ സ്തോത്രം ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ഒരു ധൂർത്തുപുത്രനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. അപ്പൻ്റെ വീട്ടിൽ താമസിച്ചവനാ, അപ്പൻ്റെ എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ചവനാ, അപ്പൻ്റെ എല്ലാ സന്തോഷവും അനുഭവിച്ചവനാ. പക്ഷേ അപ്പൻ്റെ വീട്ടിൽ താമസിക്കുമ്പോൾ അവന് ചില പരിധികളുണ്ട്, അവന് ചില നിയമം അവിടെ ഉണ്ട്, അവന് ചില ജോലി അവിടെ ഉണ്ട്. ഇത് ഇഷ്ടമല്ലാതെ വന്നപ്പോൾ മോൻ ഒരിക്കൽ വിചാരിച്ചു, എടാ ഞാൻ ഈ അപ്പൻ്റെ വീട്ടിൽ അപ്പൻ്റെ വാക്ക് കേട്ട് അപ്പൻ പറയുന്ന അനുസരിച്ച് വീട്ടു ജോലിയും കഴിഞ്ഞ് ഞാൻ ഇവിടെ കഴിയുന്നതിനാ എൻ്റെ ഓഹരി എന്നാൽ ഞാൻ പൊയ്ക്കോളാം. ഇതായിരുന്നു മോൻ്റെ നിലപാട്. നമുക്കറിയാം, കാലക്രമത്തിൽ അപ്പൻ്റെ അവകാശങ്ങളും മേടിച്ച് അപ്പൻ്റെ സന്നിധിയിൽ നിന്ന് അവൻ പോയി അങ്ങ് ദൂരെ പോയി. ചരിത്രം നമുക്കറിയാം. അവൻ പോയി ചെന്ന് പെട്ടത് എവിടെയാ? അല്ല, ദുഃഖകരമായിരുന്നില്ല, കഷ്ടത അല്ല. അവസാനം കാണാൻ കഴിയുന്നുണ്ട്, പന്നികളുടെ കൂട്ടത്തിൽ കിടന്ന് അതിൻ്റെ ആഹാരത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരു മകനായി മാറ്റപ്പെട്ടു. എവിടെ നിന്ന് പോയതുകൊണ്ടാ? അപ്പൻ്റെ അരികിൽ നിന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പനെ ഒന്ന് അനുസരിക്കാൻ കഴിവില്ലാത്തത് കൊണ്ട്, അപ്പൻ പറഞ്ഞ വ്യവസ്ഥയ്ക്കകത്ത് നിൽക്കാൻ മനസ്സില്ലാത്തത് കൊണ്ട്, അപ്പൻ പറയുന്ന വീട്ടിന്റെ ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് വിട്ടുപോയപ്പോൾ പിന്നീടുണ്ടായ അവസ്ഥ എന്തെന്ന് ആ വചനം, ആ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അപ്പന്റെ ഭവനത്തിന്റെ അകത്തെ ശിക്ഷണം നിനക്ക് ഇഷ്ടമാണോ? അപ്പൻ്റെ ഭവനത്തിൻ്റെ അകത്തെ വ്യവസ്ഥ നിനക്ക് ഇഷ്ടമാണോ? അപ്പൻ്റെ ഭവനത്തിൻ്റെ അകത്ത് ഈ പറയുന്നത് നിനക്ക് അനുസരിക്കാൻ ഭാരമാണോ? ഈ അപ്പൻ്റെ അകത്തെ ഉപദേശം നിനക്ക് ഭാരമാണോ? ഹല്ലേലൂയ. ചിന്തിക്കരുത് ദൈവമക്കളെ, ഇതിനകത്തെ ഉപദേശവും ഇതിനകത്തെ കഷ്ടതയും ഇതിനകത്തെ പ്രയാസവും നല്ലതാ. കാരണം നീ അപ്പനോട് ചേർന്നാ നിൽക്കുന്നേ. ഹല്ലേലൂയ. നീ അപ്പനിൽ നിന്ന് അകന്നു പോയാൽ, അപ്പൻ്റെ സന്നിധി വിട്ടു ഓടിപ്പോയാൽ പിന്നീട് അനുഭവിക്കുന്നത് ദുഃഖമാ. സ്തോത്രം. എന്നിട്ടും കർത്താവ് വിട്ടില്ല. അവസാനം ഈ മകൻ ഒരു കാര്യം തിരിച്ചറിഞ്ഞു, ഞാനിന്ന് അപ്പൻ്റെ വീട്ടിൽ നിന്ന് ദൂരെയാ. അവൻ അവിടെ കാണുന്നത് അവൻ മടങ്ങി വരാൻ തയ്യാറായി. അപ്പൻ വിട്ടോ? അതാ യേശുവിൻ്റെ സ്നേഹം, അതാ യേശുവിൻ്റെ സ്നേഹം. നീ സന്നിധി വിട്ടെത്ര ഓടിയാലും നിന്നെ തള്ളിക്കളയാത്തൊരു യേശു എനിക്കുള്ളത്. നീ എത്ര ദൂരം ഓടിപ്പോയാലും അവൻ നിന്നെ തള്ളിക്കളയത്തില്ല. അവൻ ഇന്നും നേർന്നു നിൽക്കുക. ഇന്ന് പകൽ പറയട്ടെ, എത്രയോ പ്രാവശ്യം നീ പ്രമാണത്തിന് പുറത്തുപോയി, എത്രയോ പ്രാവശ്യം ഈ വ്യവസ്ഥ നീ തെറ്റിച്ചു, എത്രയോ പ്രാവശ്യം ഈ ഉപദേശത്തെ നീ തള്ളിക്കളഞ്ഞു, എത്രയോ പ്രാവശ്യം കർത്താവിനോട് നീ അനുസരണക്കേട് കാണിച്ചു. എന്നിട്ടും നിന്നെ തള്ളിക്കളയാതെ ചേർത്ത് നിൽക്കുന്നത് എൻ്റെ യേശുവിൻ്റെ സ്നേഹമാ, അപ്പൻ്റെ സ്നേഹമാ. ഓടിപ്പോകരുത്. ഇവിടെ കാണുന്നു, ഇത്രയൊക്കെ ചെയ്തിട്ടും ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൻ്റെ സ്നേഹം കണ്ടോ? ഇതുപോലെ യേശു നിൽക്കുന്നത് കൊണ്ടാ. ആമേൻ. എത്രയോ പ്രാവശ്യം നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ, നമ്മൾ ചിന്തിച്ച് നോക്കിയേ, നമ്മൾ പൂർണ്ണരായിട്ടാണോ? ഞാൻ 100% പെർഫെക്റ്റ് ആണെന്ന് പറയുന്നവരുടെ കൈ ഒന്ന് ഉയർത്തിയാൽ കൊള്ളാം. എനിക്ക് ആരും അല്ല പ്രിയപ്പെട്ടവരെ. നമ്മൾ എപ്പോഴെല്ലാം മിസ്റ്റേക്കുകൾ ചെയ്തു, എപ്പോഴെല്ലാം അപ്പനോട് തെറ്റ് കാണിച്ചു, എപ്പോഴെല്ലാം അപ്പനോട് എത്രയോ ദിവസം പ്രാർത്ഥിക്കാതിരുന്നു, എത്രയോ ദിവസം ഉപവസിക്കാതിരുന്നു, എത്രയോ ദിവസം ബൈബിൾ വായിക്കാതിരുന്നു, എത്രയോ ദിവസം ദൈവസന്നിധി എന്ന് എഴുന്നേറ്റ് നിന്ന് കരയാൻ കഴിയാതെ പോയിട്ടുണ്ട്. ഇതൊക്കെ അപ്പൻ കണക്കിട്ടോ അതിനോട്? ഇല്ല, അവൻ കണക്കിട്ടില്ല. നീ ദൈവസന്നിധി അകന്ന് മാറിയപ്പോഴും എൻ്റെ അപ്പൻ ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുക. സോ ദൈവസന്നിധി നിന്ന് ഓടിപ്പോയപ്പോൾ ചേർത്ത് പിടിച്ച ഒന്നാമത്തെ കാര്യം ജീവിതത്തിൽ സംഭവിക്കരുത്. ഏതാ? തള്ളിക്കളയാൻ ഇടം കൊടുക്കരുത്. പക്ഷെ നീ ഓടിപ്പോയാലും നിന്നെ ചേർത്ത് പിടിക്കാൻ ഒരു അപ്പനുണ്ടാകും. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകുക. അപ്പോൾ ഈ
പുതിയ നിയമത്തിലും തിരുവചനത്തിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോയവര്, ദൈവസന്നിധി ത്യജിച്ചു പോയവര്, ദൈവസന്നിധി കളഞ്ഞു പോയവരൊക്കെ തിരുവചനത്തിന്റെ പല ഭാഗങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. സാത്താന്റെ പിന്നാലെ പോയവരെന്നൊക്കെ പറയുന്നുണ്ട്. വായിച്ചേ 1 തിമോഥെയോസ് 5:15 വാക്യം. ഇളയ വിധവന്മാർ 1 തിമോഥെയോസ് 5:15. ഇപ്പോൾ ചിലർ സാത്താന്റെ പിന്നാലെ പോയല്ലോ. മനസ്സിലായോ? ചിലർ സാത്താന്റെ, അതിന്റെ അർത്ഥം എന്താ? പൗലോസിന്റെ കൂടെ ഉണ്ടായിരുന്ന ചിലരെ കുറിച്ചാ പറയുന്നേ. അവരെ കുറിച്ച് പൗലോസ് പറയാ, ചിലർ എന്ത് ചെയ്തു? സാത്താന്റെ പിന്നാലെ പോയി എന്ന് പറഞ്ഞാ കോലം കെട്ടി വെച്ചിരിക്കുന്ന പിശാചിന്റെ രൂപത്തിന്റെ പുറകെ പോയെന്നല്ല. പിന്നെയോ ദൈവം പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥ വിട്ട്, ദൈവസന്നിധി വിട്ട്, ദൈവികമായ പ്രമാണം വിട്ട് നീ പുറകോട്ട് പോകുന്നത് പിശാചിന്റെ പുറകെ പോകുന്നതാ. ഒരു കാര്യം വ്യക്തമായി മനസ്സിലാകണം, ദൈവത്തിന്റെ പ്രമാണത്തിന് വിരുദ്ധമായിട്ടുള്ളത് നീ ഏത് ചെയ്താലും അത് സാത്താന്റെ പുറകെയുള്ള പ്രവൃത്തിയാ. ആമേൻ. അത് തിരിച്ചറിയണം. അതുകൊണ്ട് സ്തോത്രം, അപ്പോസ്തലനായ പൗലോസ് തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. ചിലരെ ഹല്ലേലൂയ പിശാച് അവരെ എന്തുവാ അതിന് പറയുന്നത്, പിശാചിനെ ഏൽപ്പിച്ചു കൊടുത്തു. 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. സ്തോത്രം. അവിടെ കാണാൻ കഴിയുന്നുണ്ട്, ജഡസംഹാരത്തിനായി പിശാചിനെ ഏൽപ്പിച്ചു. ദുർനടപ്പ് ചെയ്തവനെ, സഭയ്ക്കകത്ത് ദുർനടപ്പ് ചെയ്തവനെ എന്ത് ചെയ്തെന്നാ? പിശാചിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. ജഡസംഹാരത്തിനായി ആരെ? എന്നിട്ട് പൗലോസ് മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്, ആ സഭയ്ക്കകത്ത് നിന്നും കൊരിന്ത്യ സഭയോട് പറയാ, ഇങ്ങനെ പ്രവർത്തിക്കുന്നവനെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ഫ്രം ദ ചർച്ച്. സഭയിൽ നിന്ന് എന്ത് ചെയ്യണം? പുറത്താക്കണം. പൗലോസ് പറയുന്ന മറ്റൊരു ഭാഗമുണ്ട്, അങ്ങനെ ഉള്ളവരോട് സംസർഗം പോലും കൂടരുത്. ആരോടാ? വായിക്കണം നിങ്ങൾ, കൊരിന്ത്യ ലേഖനം 5-ാം അധ്യായമൊക്കെ വായിക്കണം. ദുർനടപ്പുകാരോട് സംസർഗമരുത്, ദുർനടപ്പുകാരോട് സംസർഗമരുത് എന്ന് ഞാൻ എൻ്റെ ഈ ലേഖനത്തിൽ, അവരോട് കൂട്ടായ്മ പോലും കൂടരുത് എന്ന് പറഞ്ഞ ഇതിന്റെ അർത്ഥം എന്തുവാ? ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇതൊക്കെ പത്തിയാ, ഇതൊക്കെ പത്തിയുള്ള കാര്യമാ. സ്തോത്രം. ദൈവികമായ പ്രമാണവും ദൈവിക വ്യവസ്ഥയും ദൈവത്തിന് വിരുദ്ധമായിട്ടുള്ളത് പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവരെ പുറത്താക്കണമെന്നാണ് പൗലോസ് പറയുന്നത്. അതിന്റെ അർത്ഥം അവനെ തള്ളിക്കളയാൽ അവനെ ഉപദേശിക്കണം, അവനെ ഉപദേശിക്കണം. പക്ഷേ ആ ഉപദേശം കൈക്കൊള്ളാൻ തയ്യാറായില്ലെങ്കിൽ, ആ ശിക്ഷണം ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അവനെ തള്ളിക്കളയുക. സ്തോത്രം. ഇവിടെയാ നമുക്കൊരു കോൺട്രാക്ഷൻ വരുന്നത്. ദൈവം അങ്ങനെയാണോ ചെയ്യുന്നത്? അല്ലേ? സ്തോത്രം. വ്യക്തമായി മനസ്സിലാക്കണം, സാത്താൻ്റെ വഴിയെ, ദൈവസന്നിധി വിട്ട് സാത്താൻ്റെ വഴിയെ പോകുന്ന പോക്ക്, അത് പ്രമാണത്തിൽ നിന്ന് പുറത്തു പോകുന്ന പ്രവൃത്തിയാണ്. ദൈവം തന്നിരിക്കുന്ന പ്രമാണമുണ്ട്, ഉപദേശമുണ്ട്. ഇതിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ഇതൊക്കെ സംഭവിക്കും. അപ്പോൾ കൂട്ടായ്മയിൽ നിന്നുള്ള അകൽച്ച, ഇതൊക്കെ ദൈവസന്നിധി വിട്ടുപോകുന്നതിന് തുല്യമാണ്. സ്തോത്രം. ഞാൻ വേഗത്തിൽ പോകുക. 3-ാമത്തെ കാര്യം, ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുക. ലൂസിങ് ദ പ്രസൻസ് ഓഫ് ഗാഡ്. ദ 3 തിങ്സ്. രണ്ട് കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. എന്തൊക്കെയാണ്? 1-ാമതായി തള്ളിക്കളയുക, 2 ഓടിപ്പോവുക, 3 നഷ്ടപ്പെടുക. ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുക. അല്ലേ? സ്തോത്രം. അപ്പോൾ ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവമുണ്ട്. അല്ലേ? ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയ വ്യക്തികളുണ്ട്, ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയ ഭവനമുണ്ട്. സ്തോത്രം. ഇതൊക്കെ നമുക്ക് തിരുവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയ വ്യക്തികളില്ലേ? ഉണ്ട്. ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയി, പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയ ഭവനങ്ങളുണ്ട്. ഞങ്ങൾ ഈ ഹൗസ് വിസിറ്റിങ്ങിന് പണ്ട് ഈ ഓപ്പൺ മീൻസ് ഔട്ട്റീച്ച് നടത്തുമ്പോൾ ഹൗസ് വിസിറ്റിംഗ് ഒക്കെ ചെയ്യുമായിരുന്നു. ചില വീടുകളിൽ ചെന്ന് കയറുമ്പോൾ നമുക്കറിയാം അവിടെ വ്യാപരിക്കുന്ന അന്ധകാരത്തിൻ്റെ ശക്തി, ഒരു ദൈവ സാന്നിധ്യമില്ലാത്ത ഒരു ഭവനം. ഇതൊക്കെ ദൈവദാസന്മാർ വീട്ടിൽ ചെല്ലുമ്പോൾ അറിയാം. വീട്ടിൽ യഥാർത്ഥമായ ഐക്യതയില്ലെങ്കിൽ ആ ഭവനത്തിനകത്ത് വ്യാപരിക്കുന്ന ഇരുട്ടിൻ്റെ ശക്തിയെ നമുക്ക് തിരിച്ചറിയാം. യെസ് അല്ലേ? കാരണം അവിടെ ദൈവസാന്നിധ്യം പോയി. വീട്ടിനകത്ത്, നമ്മുടെ ഭവനത്തിനകത്ത് ദൈവസാന്നിധ്യം ഉണ്ടോ? സ്തോത്രം. ഭവനത്തിനകത്ത് ഐക്യതയില്ലെങ്കിൽ അവിടെ ദൈവസാന്നിധ്യം ഇല്ല.
ഭവനത്തിനകത്ത് ഒരുമയില്ലെങ്കിൽ അവിടെ ദൈവസാന്നിധ്യമല്ല. ഭവനത്തിനകത്ത് പ്രാർത്ഥനയില്ലെങ്കിൽ അവിടെ ദൈവസാന്നിധ്യമല്ല. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ദൈവസാന്നിധ്യം വിട്ടുപോയ ഇരുളിൽ വസിക്കുന്ന ഭവനങ്ങളുണ്ട്. കൃപയുള്ള അഭിഷേകമുള്ള ദൈവദാസന്മാർ ഒരു വീട്ടിൽ കാൽ ചവിട്ടുമ്പോൾ അവിടെ അറിയാം ഇവിടെ വ്യാപരിക്കുന്ന ഏത് ശക്തിയാണെന്ന്. ചില ഭവനങ്ങളിൽ ദൈവസാന്നിധ്യം ഇരുളിൻ്റെ മണ്ഡലം വ്യക്തമായി അറിയാൻ കഴിയും. അന്ധകാരം വ്യാപരിച്ച് നിൽക്കുന്ന നമുക്ക് തിരിച്ചറിയാൻ കഴിയും. കാരണം എന്താണെന്നറിയാമോ? ദൈവസാന്നിധ്യം പോയതാ. വീടിൻ്റെ മുന്നിൽ എഴുതിയിട്ടുണ്ട് ഈ ക്രിസ്തു ഈ വീടിൻ്റെ നായകനാ, പക്ഷെ അത് പുറത്താ, അകത്തില്ല. കാരണം ദൈവസാന്നിധ്യം വിട്ടുപോയി. ദൈവസാന്നിധ്യം വിട്ടുപോയി. അപ്പോൾ ഇവിടെയും ദൈവസാന്നിധ്യം വിട്ടുപോയ വീട് വലുതാ, വലിയ വീടൊക്കെയാ, പക്ഷേ അകത്ത് ദൈവസാന്നിധ്യമില്ല. വി ക്യാൻ ഫീൽ ദ ഡാർക്ക്നെസ്. ദൈവവചനത്തിനും ദൈവിക പ്രമാണത്തിനും വിപരീതമായി യോഗ്യമല്ലാത്തത് പ്രവർത്തിച്ചാൽ, സംസാരിച്ചാൽ നിന്നിലുള്ള സാന്നിധ്യവും നഷ്ടപ്പെടും, നമ്മിലുള്ള. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങളുടെ സംസാരം ഉപ്പിനാൽ, വാക്കുകൾ ഉപ്പിനാൽ രുചി വരും. നിങ്ങളുടെ വീട്ടിനകത്ത് ചെന്നിട്ട് നിങ്ങൾ സംസാരിക്കുന്ന സംസാരം ഉണ്ടല്ലോ, ദൈവസാന്നിധ്യം വിട്ടുപോകുന്ന സംസാരങ്ങൾ പാടില്ല. ദൈവസാന്നിധ്യം വിട്ടുപോകുന്ന ഇടപാടുകൾ ഭവനത്തിനകത്തുണ്ടാകരുത്. ദൈവസാന്നിധ്യം വിട്ടുപോകുന്ന വ്യാപാരങ്ങൾ വീടിനകത്തുണ്ടാകരുത്, നിന്റെ ജീവിതത്തിലുണ്ടാകരുത്, കുടുംബത്തിലുണ്ടാകരുത്. ഇപ്പോൾ ദൈവസാന്നിധ്യം നമ്മൾ അറിയത്തില്ല ഈ ദൈവസാന്നിധ്യം വിട്ടുപോകുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രവർത്തിച്ചാൽ നിന്നിലുള്ള ദൈവസാന്നിധ്യത്തെയും നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമുക്ക് ഒത്തിരി പൈസ ഉണ്ടായിരിക്കാം, നല്ല വീടുണ്ടായിരിക്കാം, ഇതൊന്നും അല്ല നിന്നോടുള്ള ദൈവസാന്നിധ്യത്തിൻ്റെ ലക്ഷണം. ഇതൊന്നും അല്ല. സ്തോത്രം. അപ്പോൾ ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അറിയാതെ ജീവിക്കുന്നവരുണ്ട്, ദൈവസാന്നിധ്യം പോയിട്ടും അതുപോലെ ജീവിക്കുന്നവരുണ്ട്. അതിന് ഉദാഹരണമാണ് ആരാന്നറിയാമോ? ശിംശോൻ അല്ലേ? ശിംശോനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ശിംശോൻ ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 20 മുതൽ 20-ാം വാക്യത്തിലൊക്കെ കാണുന്നുണ്ട്. അവൻ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഈ കാര്യം ചെയ്താൽ ഞാൻ ശേഷം മനുഷ്യരെ പോലെ ആകും. അല്ലേ? ഞാൻ ശേഷം മനുഷ്യരെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? യവനെന്താ പ്രത്യേകത ഉണ്ടെന്നല്ലേ? ഹലോ, ആ വാക്യൊന്ന് വായിച്ചേ നിങ്ങൾ. അവിടെ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഒരാളെ വിളിപ്പിച്ച് തലയിലെ ജട 7 കളയിച്ചു. അവൾ അവനെ ഒതുക്കി തുടങ്ങി, അവന്റെ ശക്തി അവനെ വിട്ടുപോയി. അല്ല, അതിന്റെ മുകളിൽ 17-ാം വാക്യത്തിലാണെന്ന് തോന്നുന്നു അവൻ പറയുന്നുണ്ട് കാര്യമുണ്ട്. ഇത് ഈ ജഡം ക്ഷൗരക്കത്തെ എന്റെ തലയിൽ തൊട്ടിട്ടില്ല. ഞാൻ അമ്മയുടെ ഗർഭം മുതൽ ദൈവത്തിന് വൃതസ്ഥനാകുന്നു. ക്ഷൗരം ചെയ്താൽ എന്റെ ബലം എന്നെ വിട്ടു പോകും. ഞാൻ ബലഹീനനായി ശേഷം മനുഷ്യരെ പോലെയാകും. അല്ലേ? അപ്പൊ ആ ഒരു ദൈവിക ബലം അവൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ, ഞാൻ കഴിഞ്ഞ ആഴ്ചകൾ ഓർപ്പിച്ചതാ, നമ്മെ മറ്റുള്ളവരും നമ്മളെ വ്യത്യസ്തനാക്കുന്നത് നമ്മോട് കൂടെയുള്ള ദൈവ സാന്നിധ്യമാണ്. ഇവിടെ ശിംശോൻ പറയുകയാണ്, ഈ കാര്യം ചെയ്താൽ എൻ്റെ ബലം എന്നിൽ നിന്ന് പോകും, ഞാൻ ശേഷം മനുഷ്യരെ പോകും. അപ്പോൾ ഈ ദൈവ സാന്നിധ്യം അല്ലെങ്കിൽ ആ ബലം നഷ്ടപ്പെടുത്തിയ ഒരു മനുഷ്യനാണ് ശിംശോൻ. അവൻ്റെ ആ ബലം നഷ്ടപ്പെട്ടു പോയി. അതുപോലെ നഷ്ടപ്പെട്ടു പോയ മറ്റൊരു വ്യക്തിയാണ് ശൗലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താ? ദൈവത്തിൻ്റെ ആത്മാവ് അവനെ വിട്ടുപോയി. അപ്പോൾ ഇതൊക്കെ ഇതെല്ലാം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളതാണ്. അപ്പോൾ ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകും. 3 കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചു. 1, ദൈവ സാന്നിധ്യത്തിൽ നിന്ന് തള്ളിക്കളയുക. 2, ദൈവ സാന്നിധ്യം വിട്ടോടുക. 3, നഷ്ടപ്പെടുക. ഈ 4 നിലയിൽ ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുന്ന കാര്യങ്ങളെ പറയാം. ഓക്കെ, വി വിൽ ലൂസ് ദ പ്രസൻസ് ഓഫ് ഗാഡ് വെൻ വി ആർ. 4 കാര്യങ്ങൾ പറയാം. എപ്പോഴാണ് ദൈവ സാന്നിധ്യം പ്രധാനപ്പെട്ട ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിൽ 4 കാര്യങ്ങൾ ദൈവ സാന്നിധ്യം നമ്മൾ നഷ്ടപ്പെടുവാനുള്ള 4 കാര്യങ്ങൾ. 1, ലാക്ക് ഓഫ് കോൺസിക്രേഷൻ, ഒരു സമർപ്പണ ബോധമില്ലാത്ത ഒരു ജീവിതം. സമർപ്പണ ബോധം നഷ്ടപ്പെട്ടാൽ ദൈവ സാന്നിധ്യം നമ്മിൽ നിന്ന് നഷ്ടപ്പെടും. ശിംശോന്റെ ജീവിതം ഉദാഹരണമായിരുന്നു. അവനൊരു വ്രതമുണ്ടായിരുന്നു, അവനൊരു വ്യവസ്ഥ, കോൺസിക്രേഷൻ ഉണ്ടായിരുന്നു, അവനൊരു സമർപ്പണം ഉണ്ടായിരുന്നു. അവൻ്റെ സമർപ്പണം എന്ന് പറഞ്ഞാൽ അവനുള്ള ജഡ കളയരുത്, വീഞ്ഞും മദ്യവും കുടിക്കരുത്. മനസ്സിലായോ? ഒരു വ്യവസ്ഥ അവനുണ്ട്. അവൻ്റെ ജീവിതം ഞാൻ മറ്റൊരു സന്ദർഭത്തെ എടുക്കാം. അവൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ ഒരു വ്യവസ്ഥയോടെ അവൻ വളർന്നു വന്നേ, ശേഷം മനുഷ്യനെ പോലെയല്ല. അതായിരുന്നു അവൻ്റെ ശക്തിയുടെ സ്തോത്രം, ആ പിന്നിലുള്ള കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ കോൺസിക്രേഷൻ ആവശ്യമാണ്, സമർപ്പണ ബോധം ദൈവമക്കൾക്ക് ആവശ്യമാണ്.
അപ്പോൾ പൗലോസ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ജീവനും, കൊരിന്ത്യർ ലേഖനത്തിൽ എന്താ പറഞ്ഞ, റോമർക്ക് ലേഖനം പറഞ്ഞിരിക്കുന്നത് എങ്ങനെ സമർപ്പിക്കണമെന്ന്? നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന്. ഓക്കെ, ദിസ് എ കോൺസെക്രേഷനാണ്, ഇത് സമർപ്പണമാണ്. ഈ സമർപ്പണം നിന്നിൽ നിന്ന് പോകുമ്പോൾ, അല്ലെങ്കിൽ ഈ സമർപ്പണമില്ലാതെ വരുമ്പോൾ നിന്നുള്ള ദൈവ സാന്നിധ്യം കുറയുന്നതായി ഫീൽ ചെയ്യും. സോ സമർപ്പണം ഉണ്ടാകണം. ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗവുമായി നിന്നെ സമർപ്പിക്കണം. ഒന്ന്, ലാക്ക് ഓഫ് കോൺസെക്രേഷൻ. നമ്പർ 2, ഡിസൊബീഡിയൻസ്. അതാണ് യോനയുടെ ജീവിതം നമ്മൾ ചിന്തിച്ചത്. ഡിസൊബീഡിയൻസ് ദാറ്റ് ക്യാൻ ലൂസ് യു ദ പ്രസൻസ് ഓഫ് ഗാഡ്. ഓക്കെ, യോനെ കുറിച്ച് ചിന്തിച്ചു, ആദമിനെ കുറിച്ച് ചിന്തിച്ചു, നമ്മൾ ഇനി അതിലേക്ക് പോകുന്നില്ല. നമ്പർ 3, ദ സബ്സ്റ്റിറ്റ്യൂഷൻ. പകരം അലൗവിങ് അതർ തിങ് ക്രീപ്പ് ഇൻ ടു അവർ ലൈഫ്. നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ക്രീപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ അലവ് ചെയ്യുക. ഇതിനെ അലവ് ചെയ്യുമ്പോൾ ഓർത്തോണം, ദൈവം നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ദൈവ സാന്നിധ്യമാണ്. ദൈവം നടത്തി വിളിച്ചിറക്കി മേഘസ്തംഭം കൂടിയിരുന്ന്, അഗ്നിസ്തംഭം കൂടിയിരുന്ന് ആ സാന്നിധ്യത്തിനകത്ത്, തേജസ്സിനകത്ത് വലയം ചെയ്ത് ജനത്തെ കൊണ്ടുവരിക. സീനായ് മലയുടെ അടിവാരത്ത് ജനം താവളം അടിച്ച് കിടക്കുക. ശ്രദ്ധിക്കണം, ചില നിമിഷത്തേക്ക് മോശ സീനായ് മലയിലേക്ക് പോയി. സോ ഈ പോയ സമയം എന്താ സംഭവിച്ചത്? ദൈവം അവർക്കൊരു പ്രമാണം, ദൈവത്തെ, ജീവനുള്ള ദൈവത്തെ ആരാധിക്കണമെന്നും ജീവനുള്ള ദൈവത്തിന്റെ വഴി വിട്ടുപോകുന്ന ഒരു പ്രമാണമുണ്ട്. പക്ഷേ ദേ മേക്ക് എ സബ്സ്റ്റിറ്റ്യൂഷൻ. എന്താ ചെയ്തേ? ഒരു കാളക്കുട്ടി. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് വർഷിപ്പിംഗ് ദ ലിവിംഗ് ഗോഡ്, അവരൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരിക. അത് അവരിൽ നിന്നുള്ള ദൈവ സാന്നിധ്യം, അതിനോടുള്ള ബന്ധത്തിൽ ദൈവം ചെയ്ത കാര്യം എന്താണെന്നും മോശ ഇടിവിൽ നിന്ന കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ ചിന്തിപ്പനിടയായി. സോ ദ സബ്സ്റ്റിറ്റ്യൂഷൻ മേക്ക് ലൂസ് ദ പ്രസൻസ് ഓഫ് ഗാഡ്. ഒരു കാര്യം ഓർത്തോണം, ഹല്ലേലൂയ, ദൈവമക്കളെ, ആരാധനയ്ക്ക് പകരം മറ്റു പലതിനും പോകുന്നത് നിന്റെ ജീവിതത്തിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെടുന്ന കാര്യമാണ്. കൂട്ടായ്മ വെച്ചിട്ടുണ്ടല്ലോ, ഇതിന് പകരം മറ്റു പലതും ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആക്കരുത്. നിന്റെ ദൈവമായ ബന്ധത്തിന് പകരം മറ്റു പലതും ഇതിനകത്ത് കയറരുത്. ഇസ് എനിത്തിങ് ക്രീപ്പിംഗ് ദാറ്റ്, എന്തെങ്കിലും നിന്റെ ജീവിതത്തിൽ അത് പിടിക്കുന്നെങ്കിൽ ഓർത്തോണം, സ്ലോലി നിന്നുള്ള ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. ആമേൻ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ. 3, 4-ാമത്തെ കാര്യം, നെഗ്ലക്റ്റ്. ദ നെഗ്ലക്റ്റ് അവർ ഡിവോഷൻ, neglect our Bible reading, neglect our fasting prayer, neglect the worship, neglect the fellowship. ഇങ്ങനെ കൂടി വരുന്ന കൂട്ടായ്മകളെ നെഗ്ലക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം സ്ലോലി നീ ദൈവസന്നിധിയിൽ അകന്നുകൊണ്ടിരിക്കുക. പിന്മാറ്റം ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല, ആണോ? അല്ല. സ്തോത്രം. നിനക്ക് പിന്നെ പുറത്തു വരാൻ കഴിയാത്ത വിധത്തിൽ നീ അകത്തായിപ്പോവും. ഈ ഇതിനെ വേവിക്കുന്ന പരിപാടിയുണ്ട്, എന്തുവാ, തവളെ. അതിനെ കൊല്ലുന്ന പരിപാടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അറിയാമോ? ഇല്ല. അതിനെ പെട്ടെന്ന് വെട്ടിക്കൊല്ലൊന്നും അല്ല. ഇതിനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നല്ല പച്ചവെള്ളത്തിൽ ഇടും, ഇട്ടിട്ട് അടപ്പത്ത് വെച്ച് തീ ഇടും. നല്ല ചെറിയ ചൂട് കിട്ടും. ചെറിയ കിട്ടുമ്പോൾ തവളയ്ക്ക് ഭയങ്കര സുഖമാണ്. നല്ല വാം വാട്ടറാ, സൂപ്പർ. എൻജോയ് ചെയ്ത് പോവുക. അവൻ അറിയത്തില്ല അവൻ കുറച്ചും കൂടെ കഴിയുമ്പോൾ വേവാൻ പോവാന്ന്. ഇപ്പം സ്ലോലി സ്റ്റാർട്ടിങ് ഇസ് ഓക്കെ, ബട്ട് സ്ലോലി മുന്നോട്ട് പോകുന്തോറും അവസാനം ചൂട് കയറിയിട്ട് അവന് പുറത്ത് വരാൻ, ആദ്യമൊക്കെ വേണ്ടി വന്ന ഒന്ന് ജമ്പ് ചെയ്തെങ്കിൽ പുറത്ത് വരാമായിരുന്നു, അല്ലേ? പക്ഷേ പിന്നീട് ജമ്പ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ നീ ചൂടായിപ്പോവും. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, നിന്റെ പിന്മാറ്റം എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. ഒരാരാധന മുടക്കുമ്പോൾ ഓർത്തോണം, ദാറ്റ്സ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഒരു കൂട്ടായ്മ മുടക്കുമ്പോൾ ഓർത്തോണം, ദിസ് ഇസ് എ ബിഗിനിങ്. ഹല്ലേലൂയ. ഒരു ദിവസത്തെ പ്രാർത്ഥന മുടക്കുമ്പോൾ ഓർത്തോണം, ദിസ് ഇസ് എ ബിഗിനിങ്. നിന്റെ ബാക്ക് സൈഡിൻ്റെ, നിന്റെ പൊന്മാറ്റത്തിൻ്റെ ലക്ഷണമാണ്. നമുക്ക് ഇതൊക്കെ പറയുമ്പോൾ ഏതാണ്ട് പോലെ, അയ്യോ പിന്മാറ്റം, അയ്യോ അങ്ങനെ ഇല്ല പാസ്റ്ററേ. ബട്ട് യു ആർ നോട്ട് റിയലൈസിങ്, യു ആർ ഗോയിങ് സ്ലോലി, യു ആർ ഗോയിങ് അവേ ഫ്രം ദ പ്രസൻസ് ഓഫ് ഗോഡ്. ഹലോ, മനസ്സിലാക്കണം. ഹല്ലേലൂയ. നെഗ്ലക്റ്റ് അങ്ങനെ ചെയ്യരുത്. ആമേൻ. സ്തോത്രം. ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. ദ കോൺസിക്വൻസ്, അവസാനത്തത്, ദ കോൺസിക്വൻസ് വെൻ വി ആർ ലൂസിങ്. ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന കോൺസിക്വൻസ്. ഞാൻ ഇതുവരെ ചിന്തിച്ചത് എങ്ങനെയൊക്കെയാണ് ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുന്നത്. ഫൈനലി ദ കോൺസിക്വൻസ് കൂടെ പറഞ്ഞു നിർത്താം. 3 കാര്യങ്ങൾ. 1, വി ബിക്കെയിം സ്പിരിച്വലി എക്സ്പോസ്ഡ്.
അതിൻ്റെ അർത്ഥം ഇതാണ്, വി വോണ്ട് ഹാവ് എ പ്രൊട്ടക്ഷൻ ഓർ ഗോഡ്സ് കവറിങ് അവർ ലൈഫ്. നമ്മൾ ദൈവസന്നിധി നിൽക്കുന്നിടത്തോളം കാലം, ദൈവ സാന്നിധ്യത്തിൽ നിൽക്കുന്നിടത്തോളം കാലം വി ഹാവ് എ കവറേജ്. ഒരു ഇൻഷുറൻസ് പോളിസി ഉണ്ടല്ലേ, ഒരു പോളിസി ഉണ്ട്. എന്തിനാ പോളിസി എടുക്കുന്നത്? ഒരു കവറേജാ, നിൻ്റെ കാറിനൊരു കവറേജാ എന്ന് പറയുന്നത് പോലെ നമ്മൾ ദൈവസന്നിധി നിൽക്കുമ്പോൾ ദർ ഇസ് എ പ്രൊട്ടക്ഷൻ ഉണ്ട്, ദൈവത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ. ആ കവറേജിനകത്താണ് നമ്മൾ നിൽക്കുന്നത്, ആ പ്രൊട്ടക്ഷൻ അകത്താണ് നിൽക്കുന്നത്. പക്ഷേ പിശാചിനറിയാം നാം എപ്പോഴാണ് പാപം ചെയ്യുന്നതും ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻസ് അല്ലെങ്കിൽ ആ പ്രസൻസ് നമ്മിൽ നിന്നും നഷ്ടമായത് പിശാചിനറിയാം. ഫ്രം ദാറ്റ് ടൈം ഓൺവേഴ്സ് യു ആൻ ഈസി ടാർഗറ്റ് ഫോർ ഹിസ് അറ്റാക്ക്. അപ്പൊ ദൈവസന്നിധിയിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ സ്ലോലി എന്താ സംഭവിക്കുന്നത്? ദൈവം തൻ്റെ പ്രൊട്ടക്ഷൻ പിൻവലിക്കും. അപ്പോൾ പിശാചിനകത്ത് കയറി നിന്നെ ടാർഗറ്റ് ചെയ്യാൻ, അറ്റാക്ക് ചെയ്യാനുള്ള വഴി തെളിയപ്പെടുക. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, അതുകൊണ്ടാണ് ഇയ്യോബിനോടുള്ള ബന്ധത്തിൽ ദൈവം പറയുന്നുണ്ട്, പിശാച് പറയുന്നുണ്ട്, നിന്റെ അതിൻ്റെ ചുറ്റുമുള്ള വേലി ഒന്ന് പൊളിക്കാൻ. അപ്പോൾ അതിനകത്ത് എന്തുണ്ടായിരുന്നു? ഇയ്യോബിൻ്റെ വീടിന് ചുറ്റും എന്തുണ്ടായിരുന്നു? വേലി ഉണ്ടായിരുന്നു. വേലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മൾ കാണുന്ന പോലെ കമ്പി വേലിയും മുള്ളും കൊള്ളും വെച്ച് കെട്ടല്ല ഇവിടെ പറയുന്നത്. ഇറ്റ് ഈസ് അൺസീൻ ദ പ്രസൻസ് ഓഫ് ഗാഡ്. ആ ദൈവികമായ ഒരു സംരക്ഷണത്തിനകത്ത് അവൻ്റെ ഭവനം നിൽക്കുന്നത്. ഇത് പുറത്തു നോക്കിയാൽ ഇന്ന് നമ്മുടെ വേലി എന്താ? വലിയ ആർക്കും കാണാത്ത വലിയ മതിലൊക്കെ കെട്ടി ഇങ്ങനെ ഒരുക്കി നിൽക്കുക. അതല്ല, ആ ദൈവത്തിൻ്റെ കവറേജ് അവൻ്റെ ഭവനത്തിനകത്തുണ്ടായിരുന്നു. ഇത് പകൽക്കാലം ഓർത്തോണം, എൻ്റെയും നിൻ്റെയും ഭവനത്തിന് ചുറ്റും ഒരു ദൈവികമായ സംരക്ഷണമുണ്ട്. ഞാൻ യാത്ര ചെയ്യുന്ന, നിങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനത്തിന് ചുറ്റും എന്താ? മുന്നേ പോകുന്ന വണ്ടി അവിടെ ഇവിടെ ഇടിച്ചിട്ടും നിന്റെ വണ്ടി വന്ന് ഇടിക്കാതിരിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല, there is a protection, a coverage. ഒരു ദൈവസ്ഥാനം നമ്മൾ ഇതിന് തിരിച്ചറിയുന്നില്ലെന്നുള്ള വാസ്തവം. നീ യാത്ര ചെയ്യുമ്പോൾ അല്ല നിന്നെ പോലെ നിന്നെക്കാളും കഴിവുള്ളവർ, ബലവാന്മാർ, അല്ലെ ആരോഗ്യമുള്ളവർ ഒരു ചവിടി വെക്കുമ്പോൾ കാല് തന്നെ താഴെ വീഴുമ്പോൾ നീ വീഴാതെ നിൽക്കുന്ന എന്താണെന്നറിയാമോ? There's a protection, there's a coverage. നിന്റെ ജീവിതത്തിൽ ഒരു കവറേജ് ഉണ്ട്, ദൈവത്തിൻ്റെ ഒരു സംരക്ഷണ വലയം. ഇത് പൊളിച്ചാൽ പ്രശ്നമാണ്, ഇത് പൊളിച്ചാൽ പ്രശ്നമാണ്. ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടാലുള്ള കോൺസിക്വൻസ് എന്താ സംഭവിക്കുന്നത് അറിയാമോ? ദൈവം ഇത് പൊളിച്ചു കളയും, പൊളിക്കും. യെശയ്യാപ്രവചനത്തിലേക്ക് വന്നാൽ ഇത് പൊളിച്ചാൽ അതിൻ്റെ 5-ാം അധ്യായം, യെശയ്യാപ്രവചനം 5-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം വായിച്ചാൽ വേലി പൊളിച്ചാലുള്ള ഭവിഷ്യത്തുകൾ കാണും. പെട്ടെന്ന് വായിച്ചു. ആകയാൽ വരുവീൻ, ഞാൻ എന്റെ മുന്തിരിത്തോട്ടത്തോട് എന്ത് ചെയ്യുമെന്ന് നിങ്ങളോട് അറിയിക്കാം. ഞാൻ അതിന്റെ വേലി പൊളിച്ചു കളയും. നിർത്തട്ടെ, ഞാൻ ചേർത്ത് വായിച്ചു പോവാം. ശ്രദ്ധിക്കണം, മുന്തിരിത്തോട്ടത്തെ കുറിച്ച് പ്രിയതമൻ ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. ആ കൊണ്ടുവന്ന് നട്ടതിന്റെ പിന്നിൽ പ്രിയതമൻ ഒരു ഉദ്ദേശമുണ്ട്. എന്താ? ഫലം കായ്ക്കണം. ഇന്ന് പകൽക്കാലം ഇതിനകത്ത് നിൽക്കുന്ന ദൈവമക്കളെ ഞാൻ വ്യക്തമായി പറയാം, നിന്നെ ഇതിനകത്ത് കൊണ്ടുവന്നതിന്റെ പിന്നിൽ തമ്പുരാൻ ഒരു ഉദ്ദേശമുണ്ട്. എങ്ങനെയെങ്കിലും വളർന്ന് പന്തലിച്ച് നിൽക്കാനല്ല, ദൈവം ആഗ്രഹിക്കുന്നത് ഫലം പുറപ്പെടുവിക്കണം. ഇവിടെ കായ്ച്ചതോ എന്ത് പറ്റി? കാട്ടുമുന്തിരിങ്ങ. കൊണ്ടുവന്ന് നട്ട നല്ല തലയാ, കൊണ്ടുവന്ന് നട്ടത് നല്ല സ്ഥലത്താ, അതിന് വേണ്ടത് എല്ലാം ചെയ്തു, പക്ഷെ കായ്ക്കുന്നത് കാട്ടുമുന്തിരിങ്ങ. സ്തോത്രം. എന്നിട്ട് അപ്പൊ എന്താ വായിക്കുക? ഞാൻ അതിന്റെ വേലി പൊളിച്ചു കളയും. എന്നാൽ തമ്പുരാൻ പറയാ, ഞാൻ എന്റെ വേലി പൊളിച്ചു കളയും, അത് തിന്നുപോകും. ഞാൻ അതിന്റെ മതിൽ ഇടിച്ചു കളയും, അത് ചവിട്ടി മെതിച്ചു പോകും, ഞാൻ അതിനെ ശൂന്യമാക്കും. കണ്ടോ? ശ്രദ്ധിച്ചേ, വേലി പൊളിച്ചാൽ ഇതൊക്കെ സംഭവിക്കും. ഞാൻ വേഗത്തിൽ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പോവുക. അപ്പോ വേലി പൊളിക്കും. അപ്പോൾ ഇതിനോളം വി ബിക്കം എ സ്പിരിച്വലി എക്സ്പോസ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആത്മീയ മണ്ഡലത്തിൽ എന്ത് ചെയ്യുക? പിശാചിന് കയറാനുള്ള ടാർഗറ്റായി മാറ്റപ്പെടും ദൈവസാന്നിധ്യം പോയാൽ. നമ്പർ 2, വി ബിക്കം റിലീജിയസ്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? സ്തോത്രം എന്ന് പറഞ്ഞാൽ വി ബിഗിൻ ടു ഡു എവറിത്തിങ് മെക്കാനിക്കലി. പ്രാർത്ഥന വി പ്രേ ദ സെയിം പ്രേയർ, സെയിം വേ ഈവൻ ടുഡേ, ബട്ട് സ്റ്റിൽ യു ഡോണ്ട് ഹാവ് എ പ്രസൻസ് ഓഫ് ഗാഡ്. ദൈവസാന്നിധ്യം പോയാലും എന്ത് ചെയ്യും? മെക്കാനിക്കലി കാര്യം ചെയ്യും. യു സ്പീക്ക് ദ സെയിം ടങ് എവറി ഡേ. നീ പറയുന്ന അന്യഭാഷ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും, നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന മിക്കയും പിന്നെയും പ്രാർത്ഥിക്കും. ബട്ട് ബിക്കോസ് യു ബിക്കം എ റിലീജിയസ് ആയിപ്പോയി. ഇറ്റ്സ് എ മെക്കാനിക്കലാ, ഇതൊക്കെ അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുക. വാസ്തവത്തിൽ ഒരു ദൈവസാന്നിധ്യം ഉണ്ടായിട്ടാണോ നീ പ്രാർത്ഥിക്കുന്നത്? നിന്റെ അന്യഭാഷയ്ക്ക് അകത്തൊരു ദൈവസാന്നിധ്യം ഉണ്ടോ? അതോ ഇതൊക്കെ മെക്കാനിക്കലായിട്ട് പറഞ്ഞു പോകുന്ന കാര്യമാണോ?
ദൈവ സാന്നിധ്യം പോയാൽ ഇറ്റ് ബിക്കം എ മെക്കാനിക്കൽ, ഇറ്റ് ബിക്കം എ റിലീജിയസ്. ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത്തെ കാര്യം, you become a target for the Satan to attack your life. Number 2, you become a religious. You will sing the same song, you will say the same prayer. This may have ഒരു മനസ്സിലാക്കണം. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴും യു കാൺ ഫീൽ എനി മാനിഫെസ്റ്റേഷൻ. വ്യത്യാസം മനസ്സിലായോ? പ്രാർത്ഥിക്കുന്നുണ്ട്, ഭയങ്കര പ്രാർത്ഥന പ്രാർത്ഥിക്കും, അന്യഭാഷ പറയും, പക്ഷേ ആ മാനിഫെസ്റ്റേഷൻ കാണത്തില്ല. ഇതിനകത്ത് നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ എത്ര ധൈര്യത്തോടെ പറയണം, ഇന്ന് ദൈവത്തിൻ്റെ ആ ആത്മസാന്നിധ്യം, ആ പ്രസൻസ് എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഓർത്തോണം സംതിങ് എവിടെയൊക്കെയോ റോങ് ഉണ്ടെന്ന്. You can evaluate yourselves. You can't feel the manifestation of the presence of God. That means something wrong. Still you are doing something mechanically. Still you are irreligious. നീ യഥാർത്ഥമായ ആ ദൈവ സാന്നിധ്യമല്ല അനുഭവിക്കുന്നത്, നീ മെക്കാനിക്കലായി പോയി. യു നീഡ് ടു കം ബാക്ക്. തിരിച്ചു വരണം, മടങ്ങി വരണം. സ്തോത്രം. നമ്പർ 3, ദ സ്പിരിച്വൽ ഡെത്ത്. ആത്മീകമായി മരിച്ചു പോവും, ആത്മീക മരണം സംഭവിക്കും. ഇത് സംഭവിച്ചാൽ പിന്നെ രക്ഷയൊന്നുമില്ല. വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവ് പറഞ്ഞതുപോലെ, ജീവനുള്ളതെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാ. ദ റീസൺ ഈസ് യു ലോസ്റ്റ് ദ പ്രസൻസ് ഓഫ് ഗാഡ്. ദൈവസ്ഥാനത്ത് നിന്ന് പോയതാ. ഇന്ന് പകൽക്കാലം ലെറ്റ്സ് ക്ലോസ് അവർ ഐസ്. എൻ്റെ സമയം മുന്നോട്ട് പോവുകയാണല്ലോ. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം നമ്മൾ എവിടെയെങ്കിലും നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും നീ ഓടിപ്പോയെങ്കിൽ, 2-3 കാര്യങ്ങൾ ഇന്ന് കർത്താവിനോട് പ്രാർത്ഥന. കർത്താവേ, ഹല്ലേലൂയ, 2 കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചാൽ ഒരുപക്ഷെ നിനക്ക് അനുതാപപ്പെട്ട മടങ്ങി വരാം. ഇന്നൊന്ന് കരയാൻ തയ്യാറായാൽ ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോയതൊക്കെ തിരികെ കൊണ്ടുവരാൻ പറ്റും. നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ആത്മസാന്നിധ്യവും നിന്റെ നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥനയിലൊക്കെ നിന്നെ ഒന്ന് മടക്കി കൊണ്ടുവരാൻ പറ്റും കർത്താവിന്. ഞാൻ ഓർപ്പിച്ചല്ലോ, അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് വിട്ട് ഓടിപ്പോയെങ്കിലും അല്ലെ ക്ഷമയോടെ കാത്തു നിൽക്കുന്ന ഒരു പിതാവുണ്ട്. ഇന്നും ഇതിനകത്ത് നിൽക്കുന്ന ദൈവസഭയോട് ഞാൻ പറയട്ടെ, ഒരുപക്ഷെ ഇന്ന് ഇതിനകത്ത് നിന്നെ കൊണ്ടുവന്നത് ഈ സന്ദേശം നിന്നെ കേൾപ്പിക്കാനാ. എന്തെന്നാൽ നീ ഒരുപക്ഷെ അകന്ന് നിൽക്കുന്ന ഒരു മണ്ഡലമാകാം. ദൈവസന്നിധി വിട്ട് ആണ് നീ ജീവിക്കുന്നത്, ദൈവസന്നിധി വിട്ടകന്നാണ് നീ പോകുന്നത്. നിന്റെ പോക്കിന്ന് പകൽക്കാലം അല്ലെ പ്രമാണത്തിന്റെ പുറത്താണെങ്കിൽ, വ്യവസ്ഥയ്ക്ക് പുറത്താണെങ്കിൽ, നിന്റെ സംസാരം വ്യവസ്ഥയ്ക്ക് പുറത്താണെങ്കിൽ, ഇടപാടുകൾ വ്യവസ്ഥയ്ക്ക് പുറത്താണെങ്കിൽ, ഇന്ന് പകൽക്കാലം മടങ്ങി വരാൻ വേണ്ടിയാ ഈ സന്ദേശം നിന്നെ കേൾപ്പിക്കുന്നത്. പിതാവ് നോക്കിയിരിക്കുക, അപ്പൻ നോക്കിയിരിക്കുക വീട്ടിൽ, എൻ്റെ മോൻ എന്ന് വരും. ഹല്ലേലൂയ. അങ്ങ് ദൂരെ പോയാലും അല്ല മകന് വേണ്ടി കാത്തിരിക്കുന്ന നല്ലൊരു പിതാവിനെ പോലെ എൻ്റെ തമ്പുരാൻ നിനക്ക് വേണ്ടി ജീവൻ നൽകിയ എൻ്റെ യേശു, ഹല്ലേലൂയ, അവസാനത്തുള്ള രക്തപരെയും ചീന്തി നിനക്ക് വേണ്ടി ജീവൻ നൽകിയ എൻ്റെ യേശു ഇതാ ഇപ്പോഴും നിന്നെ മാടി വിളിക്കുക. മോനെ, നീ ഒന്ന് ചേർന്ന് വരുമോ? നീ ആ പഴയ അനുഭവത്തിലേക്ക് ഒന്ന് വരുമോ? ആ പ്രാർത്ഥനയിലേക്ക് നീ ഒന്ന് വരുമോ? അല്ലെങ്കിൽ ആ സ്നേഹത്തിലേക്ക് എൻ്റെ യേശുവിന്റെ ഹല്ലേലൂയ. പത്രോസിനെ കുറിച്ച് കാണാൻ കഴിയുന്നു. പത്രോസ് പോയി, ഹല്ലേലൂയ, ദൈവസന്നിധി വിട്ടുപോയി. യേശുവിന്റെ ക്രൂശീകരണം കഴിഞ്ഞപ്പോൾ അത് കാണുന്നു, പത്രോസ് പടകും മലയും എടുത്ത് ഓടിപ്പോയി. പക്ഷെ തീർന്നില്ല, നല്ലവനായ ഒരു യേശുവുണ്ട്. ഹല്ലേലൂയ. അവൻ അന്ന് രാത്രി വെളുപ്പാങ്കാലത്ത് പത്രോസിനെ ചേടി കടലിന്റെ അരികിലേക്ക് ചെല്ലിയ. വെറുതെയല്ല, ഹല്ലേലൂയ, കരയ്ക്ക് തീ കൂട്ടി, ഹല്ലേലൂയ, പ്രാതലൊരുക്കിയ കാത്തിരിക്കുന്ന ഒരു യേശു ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റേ. ഇതിനകത്ത് ആർക്കെങ്കിലൊക്കെ ഒന്ന് മടങ്ങി വരണമെന്ന് ആഗ്രഹമുണ്ടോ? ആർക്കെങ്കിലൊക്കെ ഒന്ന് ചേർന്ന് വരണമെന്ന് ആഗ്രഹമുണ്ടോ? കഴിഞ്ഞ നാളുകളിൽ വിട്ടുപോയ സാന്നിധ്യം, വിട്ടുപോയ അനുഭവങ്ങൾ, കർത്താവേ എന്നെ ഒന്ന് ചേർക്കണമെന്ന് ആർക്കെങ്കിലൊക്കെ ആഗ്രഹമുണ്ടോ? ഇന്ന് പകൽക്കാലം ദിസ് മെസ്സേജ് ഈസ് ഫോർ യു. നിനക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ ദൂതായത്.